മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം അതിന്റെ 31, 32, 33 വാക്യങ്ങളാണ് വായിക്കുവാൻ താല്പര്യപ്പെടുന്നത്. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 25 വേഴ്സസ് 31 to 33. ആ വാക്യങ്ങൾ 3 വാക്യങ്ങള് ഞാനിവിടെ വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. എല്ലാവരും ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഇന്നത്തെ ദിവസം ആവശ്യപ്പെടുന്നത്, ബൈബിൾ ഇതുവരെ അടുത്തെടുത്തിട്ടില്ലെങ്കിൽ എടുത്ത് കൊണ്ടുവരുവാൻ വേണ്ടി ഞാനൊരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. ബൈബിൾ എടുത്തുകൊണ്ട് വരണം. ഒക്കുമെങ്കിൽ ഒരു പേനായും പേപ്പറും. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ പിന്നെയും ഇന്ന് രാത്രിയിലോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ അത് വീണ്ടും ഒന്ന് അയവിറക്കുവാൻ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നിർണായക രാത്രിയായി ഇത് മാറട്ടെ, പരിണമിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ലാഘവത്തോടെ അല്ല, വളരെ ഗൗരവത്തോടെയും പ്രത്യാശയോടെയും പ്രതീക്ഷയോടെയും നമുക്ക് ഈ വാക്യങ്ങൾ നോക്കാം. മത്തായിയുടെ സുവിശേഷം 25-ന്റെ 31, 32, 33 വാക്യങ്ങൾ. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. സകല ജാതികൾ എന്ന് പറയുമ്പോൾ യഹൂദന്മാരും എല്ലാം അതിനകത്തുണ്ട്. സകല മനുഷ്യരെയും യേശുവിന്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. Matthew's Gospel chapter 25 verses 31 to 33 is about a great separation that will happen at the end between sheep and goat. ഞാന് കോഴഞ്ചേരി സെന്റ് തോമസ് സ്കൂളിലാണ് 8ാം ക്ലാസ് മുതൽ പഠിച്ചത്. 8, 9, 10, 11, 12. അപ്പൊ ഈ സെന്റ് തോമസ് സ്കൂൾ ഗ്രൗണ്ടിന് ഒരു പ്രത്യേകതയുണ്ട്. രാവിലെ ഒരു 6:30, 7 മണി മുതൽ അത് പൊതു ഗ്രൗണ്ടാണ്. ഒരു 7:30, 8 മണിയൊക്കെ ആകുമ്പോൾ ചെന്നാൽ തന്നെ വോളിബോൾ കളി ഒരു സൈഡിൽ നടക്കും, ഫുട്ബോൾ കളി വേറൊരു സൈഡിൽ നടക്കും. ഈ കളി ഒരു 9:15 വരെ പോകും. രാവിലെ അതുവഴി കോഴഞ്ചേരി വഴി പാസ് ചെയ്തിട്ടുള്ളവർ കണ്ടിട്ടുണ്ടായിരിക്കാം. അത് സ്ഥിരമായി നടക്കുന്നതാണ്. 9:15 ആകുമ്പോൾ ബെല്ലടിക്കും. ബെല്ലടിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന ഈ വോളിബോൾ കളിച്ചുകൊണ്ടിരുന്ന കുറച്ചു പേര് ക്ലാസ് റൂമിലേക്ക് പോവുക. മറ്റ് കുറച്ചു പേര് അവരുടെ ദിവസത്തെ ആ കോളേജുമായിട്ടുള്ള ബന്ധം അപ്പൊ കഴിഞ്ഞു. അവരൊരു കവറിനകത്ത് ടീഷർട്ടും ഇട്ടുകൊണ്ട് അവരവരുടെ ജോലിക്ക് വേണ്ടി പോവുക. 2ആയിട്ട് തിരിയുക. ഒരു ബെല്ല് 9:15 അടിച്ചു. ഞാൻ ആദ്യം ചെന്നപ്പോൾ 8ാം ക്ലാസ്സിൽ ഞാൻ ചെന്നപ്പോൾ ഓർത്തത് ഇവരെല്ലാം കോളേജിന്റെ സ്റ്റുഡൻസാണ്. കോളേജിന് വേണ്ടി കളിക്കുന്നവർ പ്രാക്ടീസ് ചെയ്യുക എന്നാണ് ഞാൻ ഓർത്തത്. When I first went to that school, I thought all these people, 15, 20, sometimes 25, they are taking turns and playing volleyball. I thought all belong to this school. കാരണം സ്കൂൾ ഗ്രൗണ്ടിലാണ് കളിക്കുന്നത്. By 9:15, when the bell rang, the group is divided into 2. Few of them go to the classroom, others go off campus. അതല്ലേ ഇവിടെ കാണുന്നത്. ഒരു കൂട്ടം ആളുകൾ എല്ലാവരും ഇവിടെ പോവുക. ചെമ്മരിയാട്, കോലാട്, ഷീപ്പ്, ഗോട്ട്. അവര് ചർച്ചസിനകത്തും ഇരിക്കുക. വ്യത്യാസമൊന്നും മനസ്സിലാകുന്നില്ല. ഇത് വാസ്തവത്തിൽ 25-ാമത്തെ അധ്യായം 31 മുതലുള്ള വാക്യങ്ങൾ വേറെ ഒന്നുമായിട്ടും ബന്ധമില്ലാത്ത വാക്കല്ല. കാരണം 13-ാമത്തെ അധ്യായത്തിൽ in chapter 13, when Jesus said about the parable of the kingdom of God one after the other, parable of weeds and wheat, കളകൾ വളരുന്നു, ഗോതമ്പ് വളരുന്നു, നല്ലതും അഴുക്കും, അതിന്റെ തുടർച്ച എന്ന വണ്ണം അല്ല. കുറച്ചുകൂടെ പറഞ്ഞാൽ മാത്യൂസ് ഗോസ്പൽ 22, ഒരു വെഡിങ് ബാൻക്വറ്റ്. എല്ലാരും അകത്ത് കയറിയിരിക്കുക. അപ്പൊ വെളിയിൽ നിന്ന് നോക്കിയപ്പം എവരിബഡി തോട്ട് they are all invited, they are all in the hall. പക്ഷേ
ഒരാൾ മാത്രം വിവാഹ വസ്ത്രം ഇല്ലാതെ അകത്തിരിക്കുന്നത് പോലെ. അതിന് സമമായി അവസാനം ആ 31 കാണുന്നത് പോലെ, ചാപ്റ്റർ 25 വേഴ്സ് 31, മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ, ഇന്നറിയാൻ സാധിക്കത്തില്ല, അന്ന് എല്ലാ മനുഷ്യരെയും മുമ്പിൽ നിർത്തി രണ്ടായിട്ട്, വലത്തുവശത്ത് ഷീപ്പ്, ഇടത്തുവശത്ത് ഗോട്ട്. ഈ 25-ന്റെ 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന ഈ ഉപമ, പാരബിൾ, പുതിയ നിയമം ഗൗരവമായി പഠിക്കുന്നവര് പറയുന്നത് ദ മോസ്റ്റ് കോംപ്ലക്സ് ആൻഡ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് പാരബിൾ ടു ഇന്റർപ്രറ്റ്. വലിയ പ്രയാസമാണ് അത് മനസ്സിലാക്കാൻ. പക്ഷെ അത് മനസ്സിലാക്കിയാൽ, ഇന്നത്തെ ഈ യൂത്ത് ഇമ്പാക്റ്റിന്റെ അവസാന സെഷനിൽ നമുക്ക് ഈ പാരബിൾ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് മനസ്സിലാക്കുവാൻ സാധിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ജീവിതം ഇപ്പോൾ നമ്മൾ നടത്തി വരുന്നത് പോലെ ആയിരിക്കുകയില്ല നാളത്തെ ദിവസം നമ്മൾ ജീവിതത്തെ കാണുന്നത്. ജീവിത വീക്ഷണം മാറും, ജീവിത ശൈലികൾ മാറും, സ്വഭാവം മാറും, വേൾഡ് വ്യൂ മാറും, പ്രയോറിറ്റീസ് മാറും. ശക്തമായ ഒരു പാരബിളാണിത്. ഈ ഉപമയെ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഉപമയെ മനസ്സിലാക്കണമെങ്കിൽ എന്താ യേശു കർത്താവ് പറഞ്ഞു വരുന്നത് എന്നത് പ്രധാനമാണ്. 24-ാമത്തെ അധ്യായം അതിന്റെ 36 മുതൽ തുടങ്ങിയതാണ്. 4 ഉപമകൾ ഇതിനു മുമ്പ് പറഞ്ഞിരിക്കുന്നു. ഇത് 5-ാമത്തെ ഉപമയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാം ഒരേ സന്ദേശത്തോടെ പറഞ്ഞു വരുന്ന കാര്യമാണ്. നമ്മളെല്ലാം സഭയ്ക്കകത്ത് വന്നപ്പോൾ വന്ന സമയത്ത് ചോദിച്ചു, അയ്യോ എനിക്ക് ദൈവം തെരഞ്ഞെടുക്കാൻ എനിക്ക് യോഗ്യതയൊന്നുമില്ല, ഞാൻ ഇതിനകത്ത് വന്നു. പക്ഷെ വന്നിട്ട് അവസാനം ഒരു സർപ്രൈസ് വരരുത്, അയ്യോ എന്നെ എന്തിനാ ഇടത്തി നിർത്തിയത്, I am on the left. Some people are on the right. Why did it happen to me? അതിനുള്ള ഉത്തരവാണിത്. How to prepare ourselves. എന്താണെന്നറിയാമോ? 1-ാമത്തെ പാരബിളിന്റെ 24-ാമത്തെ അധ്യായം 42 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ ഫസ്റ്റ് പാരബിൾ പറയാ യേശു കർത്താവിന്റെ വരവിന് വേണ്ടി. When we await the second coming of Jesus, it will be like a thief in the night. ആ 24-ാമത്തെ അധ്യായം ശ്രദ്ധിക്കൂ. അതിന്റെ 44-ാമത്തെ വാക്യമാണ് പ്രധാനമായി അതിനകത്ത് കാണേണ്ടത്. 44, you also must be ready. യേശു കർത്താവിന്റെ വരവിന് വേണ്ടി യൂത്ത് ഇമ്പാക്റ്റിനാൽ ഒരുക്കപ്പെടുന്നു. ഞായറാഴ്ച സർവീസ് ഉണ്ട്, ബൈബിൾ സ്റ്റഡി ചെയ്യുന്നു, പപ്പായുടെയും മമ്മിയുടെയും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. യു മസ്റ്റ് ബി റെഡി. യേശു പറയും യു മസ്റ്റ് ബി റെഡി. കാരണം ഇറ്റ് വിൽ ബി ലൈക്ക് എ തീഫ് കമ്മിങ് ഇൻ ദ നൈറ്റ്. നിങ്ങളുടെ വീട്ടിൽ ഒരു കള്ളനും നേരത്തെ അറിയിപ്പ് തരത്തില്ല, വരാൻ പോയാണ്, 28-ാം തീയതി വൈകിട്ട് ഒരു 1:30 കഴിയുമ്പോൾ രാത്രിയിൽ അങ്ങനെ കള്ളനൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. അൺഎക്സ്പെക്ടഡ് നേച്ചർ, എനി ടൈം ഇറ്റ് ക്യാൻ ഹാപ്പൻ. ഐ ഹാവ് ടു ബി റെഡി. അത് കഴിഞ്ഞിട്ട് 45 മുതലുള്ള വാക്യങ്ങളിൽ 45 മുതൽ 51 വരെ 2-ാമത്തെ പാരബിളിൽ 2-ാമത്തെ ഉപമയിലും പറയുന്നത് 24-ന്റെ 50-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് അവിടെയും പറയുന്നത് ദ മാസ്റ്റർ ഓഫ് ദാറ്റ് സെർവന്റ് വിൽ കം ഓൺ എ ഡേ വെൻ ഹി ഡസ് നോട്ട് എക്സ്പെക്ട്. കള്ളൻ വരുന്നത് ചിന്തിക്കാൻ ഒക്കാത്തതുപോലെ, പ്രതീക്ഷിക്കാത്തതുപോലെ ഇവിടെ പറയാ 24-ന്റെ 50-ഉം ഏത് സമയത്തും മാസ്റ്റർ വരാം, ഒരുങ്ങിയിരുന്നോണം. തന്നെ ഇഷ്ടത്തിന് വേണ്ടി ഒന്നും ചെയ്യരുത്. വന്നു കഴിയുമ്പം ഏൽപ്പിച്ച കാര്യം ചെയ്തില്ലെങ്കിൽ അത് വലിയ സർപ്രൈസ് ആയി തീരും. അതേ ലൈനിൽ 25-ാമത്തെ അധ്യായം 3-ാമത്തെ പാരബിൾ ഓഫ് ദ 10 വെർജിൻസ്, 25-ാമത്തെ അധ്യായം 1 മുതൽ 13 വരെ ഉള്ളതിന്റെ 13-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. അവിടെയും പറയുന്നത് therefore keep watch. എല്ലാം ഒരേ കാര്യമല്ലേ? ഓരോ ഉപമകളിലും ബി റെഡി. എപ്പോഴും ഈ 2021-ൽ ഈ ഇന്നത്തെ ദിവസം തയ്യാറായിക്കോണം. അടുത്തൊരാഴ്ചയും കൂടെ കിട്ടിയാൽ ബി റെഡി. എനി ടൈം ഇറ്റ് ക്യാൻ ഹാപ്പൻ. therefore keep watch. അടുത്ത എന്താണെന്നറിയാം? 4-ാമത്തെ ഉപമ എന്താണെന്നറിയാം? യേശു കർത്താവിന്റെ വരവിനെ മുൻനിർത്തി എങ്ങനെ നമ്മൾ ഒരുങ്ങണം. ദൈവരാജ്യത്തിൽ പ്രവേശിച്ചു എന്ന് കരുതുന്നവർ, ഇവിടെ പ്രിറ്റൻഡേഴ്സ് ഉണ്ട്, പ്രവേശിച്ചു എന്ന് ചിന്തിക്കുന്നവരുണ്ട്, പ്രവേശിക്കാതെ, രൂപാന്തരം വരാതെ ഇതിനകത്ത് ഇങ്ങനെ ആ കള വളരുന്നത് പോലെ, അല്ലെങ്കിൽ അഴുക്ക് മത്സ്യങ്ങൾ കയറിയതുപോലെ ഇതിനകത്ത് ഈ വലയ്ക്കകത്തുള്ളവരും ഉണ്ട്.
25-ാമത്തെ അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ പാരബിൾ ഓഫ് ദ ടാലന്റ്സ് അവിടെ കാണുന്നത് എന്താണെന്നറിയാം? അവിടെയും പറയുന്നത് ഇങ്ങനെയാ. 25-19 ആ പ്രയോഗം ശ്രദ്ധിക്കണം. ആഫ്റ്റർ എ ലോങ് ടൈം ദ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വരവ് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തല്ല. അത് ചിലപ്പോൾ ലോങ് ആയിട്ടൊരു സമയമായിരിക്കാം. പക്ഷേ വിടരുത് ഏൽപ്പിച്ച കാര്യം ചെയ്തോണം. ഈ 4 ഉപമകളിലും ശ്രദ്ധിക്കണമേ, 4 ഉപമകളിൽ എങ്ങനെ വെയിറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൗ നോട്ട് ടു പുട്ട് ourselves ഇൻ എ പർട്ടിക്കുലർ സ്പേസ്. എങ്ങനെ ആയിരിക്കരുത് നമ്മൾ. ആ തീഫ് ഇൻ ദ നൈറ്റ് പറയുന്നതിന് മുമ്പ്, തീഫ് ഇൻ ദ നൈറ്റ് പറയുന്നതിന് തൊട്ടു മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ 24-ന്റെ 38-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവിന്റെ വരവിന്റെ സമയത്ത് അത് എങ്ങനെയായിരിക്കും എന്നറിയാമോ? എങ്ങനെ ഒരു സമയം? ലൈക്ക് ദ ഡേയ്സ് ഓഫ് നോഹ. നോഹ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന വിക്കഡ്നെസ്. നോഹയുടെ സമയത്ത് വിക്കഡ്നെസ് ഉണ്ടാവും, ഈ അന്ത്യസമയത്തും വിക്കഡ്നെസ്. പക്ഷെ അതിനെക്കാട്ടിൽ വലിയൊരു കാര്യം അവിടെ ഉണ്ട്. ശ്രദ്ധിക്കൂ, ഞാൻ ആ വാക്യം വായിക്കാം. ചാപ്റ്റർ 24 verse 38. For in the days before the flood, people were eating and drinking, marrying and giving in marriage up to the day Noah entered the ark. ഇതിനെ എന്താ വിശേഷിപ്പിക്കുന്നതെന്ന് അറിയാമോ? നോർമൽസി, ഒരു നോർമൽ ലൈഫ്. ഇന്ന് വൈകിട്ട് യൂത്ത് ഇമ്പാക്ട് ഉണ്ട്, അറ്റൻഡ് ചെയ്യുന്നു. നാളത്തെ കാര്യങ്ങൾ ചെയ്യണം. അടുത്ത ആഴ്ച അഡ്മിഷന് പോകണം, അല്ലെങ്കിൽ ഇന്നടത്ത് പോകണം. നോർമൽ ഒരു ലൈഫ്. നമ്മൾ എല്ലാവരും ഇപ്പൊ പാൻഡമിക് കഴിഞ്ഞിട്ട് നോർമൽ ഒരു ലൈഫിന് വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. നോർമൽസി, ഒരു സാധാരണ നില. അങ്ങനെയല്ല ഒരുങ്ങേണ്ടത് എന്നാണ് തീഫ് ഇൻ ദ നൈറ്റിലൂടെ പറയുന്നത്. പ്രതീക്ഷിച്ചോണം എല്ലാ ദിവസവും. എല്ലാ യൂത്ത് ഇമ്പാക്റ്റിൽ കയറുമ്പോൾ മാത്രമല്ല, പപ്പായും മമ്മിയും കൂടി ഇരിക്കുമ്പോൾ മാത്രമല്ല, സഭയുടെ ശ്രദ്ധ നമ്മുടെ മേലുള്ളപ്പോൾ മാത്രമല്ല, രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു എങ്കിൽ യേശു കർത്താവിനെ വാഗൊണ്ട് ഏറ്റു പറഞ്ഞു എന്ന് വരികിൽ എല്ലാ ദിവസവും നോഹയുടെ ദിവസത്തെ പോലെ എല്ലാരും എല്ലാ കാര്യവും ചെയ്യുന്നു. ഞാനും എല്ലാ കൂട്ടുകാരെയും പോലെ ഞാനും കുറച്ചു നേരം TV കാണുന്നു, കുറച്ചു നേരം പോയി കളിക്കുന്നു, കുറച്ചു നേരം എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു വീഡിയോ ഗെയിം കളിക്കുന്നു. നോർമൽസി. ഇവിടെ പറയുക യേശു, നോ, ഒരു നോർമൽ സ്റ്റേജിലേക്ക് വന്ന് വീടരുത്. ഇൽ ബി ലൈക്ക് എ തീഫ് ഇൻ ദ നൈറ്റ്. 2-ാമത്തെ പാരബിൾ കാണിക്കുന്നത് എന്താണെന്നറിയോ? 49-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. 24-ന്റെ 49. നോർമൽസി ഈസ് നോട്ട് അക്സെപ്റ്റഡ്. എഴുതി വെക്കുന്നവർ എഴുതണേ. When we approach the second coming of Jesus, normalcy is not accepted. 2-ാമത് എന്തോ അക്സെപ്റ്റഡ് അല്ലാത്തത്. 49-ാമത്തെ വാക്യത്തിൽ he then begins to beat his fellow servants and to eat and drink with drunkards. എന്താ അവിടെ നടക്കുന്നത്? ദാസന്മാരെ അടിപ്പാനും കുടിയാന്മാരോടുകൂടെ തിന്നു കുടിപ്പാനും. എന്താ അവിടെ പറയുന്നത്? If we are serious about the kingdom of God, then indulgence, addiction, entertainment in a way that you have no time for God and God's design for your life is not accepted. എന്തൊക്കെ അക്സെപ്റ്റഡ് അല്ല? നോർമൽസി ഈസ് നോട്ട് അക്സെപ്റ്റഡ്. ഒരു കാഷ്വൽ ലൈഫ്. രക്ഷിക്കപ്പെട്ടാണോ? ആണ്. സ്നാനപ്പെട്ടാണോ? ആണ്. എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ കൂട്ടുകാർ? ഒന്നുമില്ല, ഞാൻ എല്ലാരെയും പോലെ. നോട്ട് അക്സെപ്റ്റഡ്. എന്റർടൈൻമെന്റ്, അതാ രാവിലെ മുതൽ വൈകിട്ട് വരെ കുറച്ചുകൂടെ ദൈവം എന്നെ കുറിച്ച് എന്തോ ഉദ്ദേശിക്കുന്നു. നോ ഐഡിയ. ബട്ട് തിങ്കിങ് ദാറ്റ് ഐ ആം ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്, നോട്ട് അക്സെപ്റ്റഡ്. 3-ാമത്തെ എന്താണെന്നറിയാം? 25-ന്റെ 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. വാട്ട് ഈസ് നോട്ട് അക്സെപ്റ്റഡ്? ഇങ്ങനല്ല വെയിറ്റ് ചെയ്യേണ്ടത്. ദിസ് ഇസ് നോട്ട് ഹൗ വി വെയിറ്റ്. നോട്ട് വിത്ത് നോർമൽസി, നോട്ട് വിത്ത് ഇൻഡൾജൻസസ് ഇൻ എന്റർടൈൻമെന്റ് ആൻഡ് ഓൾ ദാറ്റ്. 25-ന്റെ 5-ാം വാക്യം. Bridegroom was a long time in coming and they all became drowsy and fell asleep. This is not how you wait. ഉറങ്ങിക്കൊണ്ടല്ല, മയക്കം പിടിച്ചല്ല ഒരുങ്ങുന്നത്. ഇതൊരു വലിയ ഇവന്റ് നടക്കാൻ പോവുക. നോർമൽസി കൊണ്ടല്ല ഒരുങ്ങേണ്ടത്. എന്റർടൈൻമെന്റിൽ മുഴുകിയല്ല ഒരുങ്ങുന്നത്. ഇവിടെ 3-ാമത്തെ പാരബിളിൽ കാണുന്നത് പോലെ ഉറങ്ങിയല്ല. ഉറങ്ങി എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും മറ്റെല്ലാത്തിനകത്തും എക്സൈറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ ആത്മീയ കാര്യങ്ങൾ വരുമ്പോൾ കൈൻഡ് ഓഫ് എന്തോ പറഞ്ഞു, ഡ്രൗസിനെസ്, സ്ലീപ്പിനെസ്. നോ, യേശു പറയാ നോ, യു ആർ ഗോയിങ് ടു മിസ് ഇറ്റ്. 4-ാമത്തെ എന്താണെന്നറിയോ? ദിസ് ഇസ് നോട്ട് ഹൗ യു പ്രിപ്പയർ.
4-ാമത്തെ പാരബിളിൽ പറയുന്നത് 17-ാം വാക്യത്തിലുണ്ട്, ഒരു കുഴി കുഴിച്ച യജമാനന്റെ ദ്രവ്യം മറച്ചു വെച്ചു. അങ്ങനല്ല ഒരുങ്ങേണ്ടത്. യജമാനന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ലാഭം വരുത്തിയാ ഞാൻ ഒരുങ്ങേണ്ടത്. യേശു കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു. രാജ്യത്തിൽ പ്രവേശിച്ചവൻ അല്ലെങ്കിൽ അവസാനം ചോദിക്കും, അയ്യോ വൈ ആയി, ഞാൻ എന്താ ഇടത്തായി പോയത്, ഞാൻ എന്താ വലത്തായി പോയത്, ഒരു ഐഡിയയും ഇല്ല. ആ ഒരു 4 പാരബിൾ കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്നത്തെ കുറിവാക്യം വന്നിരിക്കുക. ഇതിനകത്തെ ഈ പാരബിളിലെ 25-ന്റെ 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിലെ ചെമ്മരിയാട്, കോലാട്, ഷീപ്പ് ആൻഡ് ഗോട്ട്, അതിനകത്തെ ആ ഉപമയിലെ ചില വാക്കുകൾ ഞാൻ നിങ്ങളെ എടുത്ത് കാണിക്കാൻ പോവുക. ആ ചില വാക്കുകൾ എടുത്ത് കാണിച്ച് നമുക്ക് ആ ഉപമയൊന്ന് പരിചയപ്പെട്ടിട്ട് വേണം അതിനകത്തു നിന്ന് 3 തത്വങ്ങൾ പഠിച്ച് ദൈവമുമ്പാകെ സമർപ്പിച്ച് ഇന്നത്തെ ഈ യൂത്ത് ഇമ്പാക്റ്റിൽ നിന്ന് നമുക്ക് വെളിയിൽ പോകുവാൻ. എന്തൊക്കെയാ ആ വാക്കുകൾ എടുത്തു കാണിപ്പാൻ താല്പര്യമുള്ളത്? ആ 32-ാം വാക്യം ഞാൻ ഒരു പ്രാവശ്യം കൂടെ വായിക്കുക. ഐ വിഷ് ദാറ്റ് വാസ് നോട്ട് there at the end. എന്താണെന്നറിയാമോ? ഇൻ വേഴ്സ് 32, 25, 32, സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും, അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ഒരു ഡിവിഷൻ നടക്കും. പ്രിറ്റൻഡേഴ്സും ജെനുവിൻ ബിലീവേഴ്സും തമ്മിൽ ഒരു വേർതിരിവ് നടക്കും. ഇറ്റ് ഈസ് ഇന്നെവിറ്റബിൾ. നമ്മള് ഈ ലോകത്തിലായിരിക്കുമ്പോ നമുക്ക് ഒരു പാസ്റ്ററെ സന്തോഷിപ്പിക്കാം, ഒരു യൂത്ത് ലീഡറിനെ സന്തോഷിപ്പിക്കാം, നമ്മുടെ പേരൻസിനെയും ചിലപ്പോൾ സന്തോഷിപ്പിക്കാം. നോർമൽസി ജീവിച്ച് എന്റർടൈൻമെന്റിൽ മുഴുകി ഒരല്പം ഉറക്കത്തോടെ ഉള്ളത് കുഴിച്ചിട്ട് നമുക്ക് ചിന്തിക്കാം, ഒന്നുമില്ല, ഇങ്ങനെയൊക്കെ എല്ലാരും ഇങ്ങനെയൊക്കെയാ. പക്ഷേ ഇതിൽ നിന്ന് മാറാനൊക്കത്തില്ല. ഒരു വേർതിരിവ് അവസാനം ഉണ്ടാകും. ആത്മീകത കളിക്കുന്നവരും യഥാർത്ഥ ആത്മീകരും തമ്മിൽ ഒരു വേർപാട്, നോർമൽസിയിൽ ജീവിച്ചവരും യഥാർത്ഥ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാതെ ഞാൻ ഇതിനകത്താ എന്ന് ധരിച്ചവരും. എൻ്റെ ഒരു സ്നേഹിതനുമായി കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോ ഒരു പ്രത്യേക ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞാണ്. അദ്ദേഹം പറഞ്ഞാണ്, ജോയെ ഇന്ന വ്യക്തിയെ കണ്ടപ്പോ എന്തേലും തോന്നിയോ? ഞാൻ പറഞ്ഞു, ആ തലയാട്ട് ഇങ്ങനെ കൂടുതൽ കണ്ടപ്പോ എനിക്ക് തോന്നി ഇദ്ദേഹം ഇതിനകത്തില്ല. അപ്പൊ എന്റെ ആ സ്നേഹിതനും പറഞ്ഞു, അതിനാ ഞാൻ ജോയോട് ചോദിച്ചു. എന്റെ മനസ്സിലും ഈ ബൈബിള് സംസാരിക്കുമ്പോ പുള്ളിയുടെ തലയാട്ട് ഭയങ്കര, ആ തലയാട്ട് ഒന്നും ഇല്ലാത്തതിന്റെ തലയാട്ടായിട്ട് തോന്നുന്നു. ഞാൻ പറഞ്ഞു, എന്റെ മനസ്സിൽ ഇത് തന്നെയാ തോന്നിയേ. എന്ന് പറഞ്ഞാൽ ആള് നോർമൽ ലൈഫാണ്, ഒരു വ്യത്യാസം ഇല്ല, ഫ്രണ്ട്സുമായിട്ട് ഒരു വ്യത്യാസം ഇല്ല, എന്റർടൈൻമെന്റിൽ കിടന്ന് മുഴുകി കിടക്കുക. പക്ഷെ മീറ്റിങ്ങിൽ വരുമ്പോ ഇങ്ങനെ തലയാട്ടുന്നുണ്ട്, ചിലപ്പോ ബുക്കും ഇതൊക്കെ എടുക്കുന്നുണ്ട്, അപ്പിയറൻസ് കാണിക്കുക. പക്ഷേ ഈ 32-ാം വാക്യത്തിൽ പറയുന്ന അവസാനം ആയി പോകരുത്. അവസാനം എന്തുകൊണ്ടാ എന്നെ ഇടത്ത് മാറ്റിയെന്നായി ആകരുത്. അവസാനം ഒരു ഡിവിഷൻ ഉണ്ട്. അത് ഗോതമ്പും കളയും പിരിക്കുന്നത് പോലെ ഇത് ഒരുമിച്ച് ഇങ്ങനെ പോയി അവസാനം കർത്താവിന്റെ വരവെങ്കിൽ ഇറ്റ് വിൽ ഷോ അപ്പ്. അപ്പം അത് ഇത് പഠിക്കുമ്പോ ആ 7-ാമത്തെ അധ്യായം 23 എന്റെ മനസ്സവിടെ ഓടുക. 7-ന്റെ 23. കാരണം 7-ന്റെ 23 വായിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്. 7-ന്റെ 23-ന്റെ ഭയാനകമായ സ്ഥിതി നിങ്ങൾ ഒരു നിമിഷം നോക്കണമേ. അവിടെ ഒരു കേവല വിശ്വാസിയെ കുറിച്ചും അല്ലല്ലോ പറയുന്നത്. 7-ന്റെ 23 വലിയ അത്ഭുതം ചെയ്തവരെ കുറിച്ച്. 22 പറയുന്നത്, many will say to me, Lord, Lord, did we not prophesy? പ്രവചിച്ചു, പക്ഷെ നോർമൽസി ആയിരുന്നു. പ്രവചിച്ചു, പക്ഷെ ആത്മീക ഉറക്കം ഉള്ളത് കുഴിച്ചിട്ടു. പക്ഷെ അവസാനം എന്താ കേൾക്കുന്നതെന്നറിയാമോ? I will tell them plainly, I never knew you, away from me. ചില ട്രാൻസ്ലേഷനിൽ depart from me. അത് തന്നെ ഈ പാരബിളിൽ. ഈ പാരബിളിലെ ഗോട്ടിനോട് പറയുന്നത്, കോലാടുകളോട് പറയുന്നത് ഭയാനകമാണ്. ആ 25-ന്റെ 46-ാം വാക്യത്തിൽ പറയുന്നത്, then they will go away to eternal punishment. ഒരപ്പനും അമ്മയ്ക്കും സഹായിക്കാൻ ഒക്കാത്ത ഒരവസ്ഥയിലേക്ക്. അപ്പൻ ഒരു പ്രഭാഷകനാണെങ്കിലും ഒരു പാസ്റ്റർ ആണെങ്കിലും, അല്ലെങ്കിൽ മമ്മി ഏറ്റവും വലിയ പ്രേയർ വാരിയർ ആണെങ്കിലും, സ്വന്തം അമ്മയ്ക്ക് പോലും സഹായിക്കാൻ ഒക്കാത്ത ആ ഭീകരമായ അവസ്ഥ.
7:23 കണ്ടതുപോലെ എവേ ഫ്രം മീ എന്ന് പറയുന്നത് പോലെ ഈ പാരബിളിന്റെ അവസാനം പറയുക, ഡിവിഷൻ ഈസ് ഇന്നെവിറ്റബിൾ. ഇന്ന് ഈ രാജ്യത്തിലാ എന്ന് പറയുന്നവർ രണ്ടാകും. Some will go, gods will go to eternal punishment. ഞാൻ ഈ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കുവാൻ സാധിച്ചു. അതിലേക്ക് ഇപ്പൊ വായിക്കുന്നില്ല, പക്ഷെ ഞാൻ ആ ഭാഗം നിങ്ങളോട് പറയാൻ താല്പര്യപ്പെടുക. ആ വയലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന 2 പേർ, അതിൽ ഒരാൾ എടുക്കപ്പെട്ടു. ആ എടുക്കപ്പെട്ടു എന്നുള്ളത് നല്ലതാണോ അഴുക്കാന്നോ അത് കൂടുതൽ ചിന്തിക്കുന്നവർക്കറിയാം. എന്തായാലും ഒരു വിഭജനം അവിടെ ഉണ്ടായി. പിന്നെ 2 പേരിരുന്ന് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. അവരിലും 2 പേര്, ഇങ്ങനെയാ വേദപണ്ഡിതന്മാർ പറയുന്നത്. ആ 2 പേര് ആ വയലിൽ അധ്വാനിച്ച 2 പുരുഷന്മാരാണെങ്കിൽ അത് അപ്പനും മോനും ആകാനാ സാധ്യത. മറ്റേ അടുത്ത ഉപമയിൽ അത് അമ്മയും മോളുമാകാനാ സാധ്യത. അവരിൽ തന്നെ ഒരു വേർതിരിവ്. നിങ്ങളിൽ പലരും കുടുംബമായിട്ടിരുന്നാണ് ഇത് കേൾക്കുന്നത്. നിങ്ങൾക്ക് ആ ദിവസം മുമ്പിൽ കാണാൻ കഴിയുമോ? രാജ്യത്തിലാ എന്ന് നമ്മൾ ഊഹിക്കുക. ചിലരിൽ രാജ്യത്തിന്റെ പ്രവൃത്തി ഒന്നും തുടങ്ങാതെ, എന്നാ പ്രിറ്റൻഡ് ചെയ്യുക. ഒരു രൂപാന്തരം നടക്കാതെ, രാജ്യത്തിന്റെ നീതി പ്രാപിക്കാതെ, എല്ലാത്തിൻ്റെയും കൂടെ ഒഴുകി അവസാനം ഒരു വേർതിരിവിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആ ഒരു അനുഭവം. ആ ഉപമയെ ഒന്ന് അടുത്ത് നോക്കാൻ നിങ്ങളെ ക്ഷണിക്കുക. വേർതിരിവുണ്ട്, ഇന്നെവിറ്റബിൾ ആണ് ഡിവിഷൻ. രണ്ടാമതൊരു വാക്കുണ്ട്, അത് മനസ്സിലാക്കുന്നത് വളരെ നിർണായകമാണ്. ഏതാ വാക്യം ചോദിച്ചാൽ 40-ാമത്തെ വാക്യമാണ്. ശ്രദ്ധിക്കൂ, 40-ാമത്തെ വാക്യം 25:40. രാജാവ് അവരോട്, എന്റെ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തെടുത്തോളം, ലീസ്റ്റ് ഓഫ് ദീസ്. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, ഒന്ന് നോട്ട് ചെയ്യുകയും വേണം. അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അത് പിന്നെയും ഒരു പ്രാവശ്യം കൂടെ വന്നിരിക്കുന്നു 45-ാമത്തെ വാക്യത്തിലും. ലീസ്റ്റ് ഓഫ് ദീസ്, ഇൻസിഗ്നിഫിക്കന്റ് എന്ന് പറഞ്ഞാൽ ഈ ചെമ്മരിയാടുകളുടെ ലീസ്റ്റ് ഓഫ് ദീസിനോടുള്ള പ്രതികരണം ഇമ്പോർട്ടന്റ് ആയി വന്നു എന്നാണ് പറയുന്നത്. ചെമ്മരിയാടുകളോട്, ഷീപ്പിനോട് പറയുക, ഈ വലത്തോട്ട് വന്ന് നിൽക്കൂ, കോലാടുകളെ ഇടത്തു പൊക്കൂ. എന്താ ഇവിടെ? ലീസ്റ്റ് ഓഫ് ദീസിനോട് നിങ്ങളുടെ സമീപനം. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ, അത് ശ്രദ്ധിച്ച് വായിച്ചില്ലെങ്കിൽ നമുക്ക് ഭയങ്കര വ്യാഖ്യാനത്തിൽ പ്രശ്നം വരും. വേറെ എന്തോ സന്ദേശമായി അത് തോന്നും. നമുക്ക് നോക്കണം അത് ശ്രദ്ധിച്ച്. അടുത്തൊരു വാക്കിവിടെ എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ളത്, ഈ ആടുകളെ, ചെമ്മരിയാടുകളെ വിളിക്കുന്ന വേറൊരു പ്രയോഗമുണ്ട്. 37-ാമത്തെ വാക്യത്തിൽ ശ്രദ്ധിക്കൂ. ചെമ്മരിയാടുകളെ വിളിക്കുന്നത് നീതിമാന്മാർ എന്ന് വിളിക്കുന്നു. ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാവരും? 37-ാമത്തെ വാക്യത്തിൽ നീതിമാന്മാർ അവനോട്. ആരാ നീതിമാന്മാർ? തൊട്ടു മുമ്പിലുള്ള വാക്യത്തിൽ വലത്തുവശത്ത് നിർത്തിയിരിക്കുന്ന ഷീപ്പാണ് നീതിമാന്മാരായി ഐഡന്റിഫൈ ചെയ്തവർ. ഈ നീതിമാന്മാർ എന്നുള്ള പ്രയോഗവും ഈ മുമ്പുള്ള 13-ാമത്തെ അധ്യായത്തിലൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. 13-ന്റെ ആ വയലിലെ കളയുടെ ഉപമയിൽ 13:43 അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ചെവിയുള്ളവർ കേൾക്കട്ടെ. 13:49 അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. 13:49 പറഞ്ഞാണിത്. ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചുളയിൽ ഇട്ട് കളയും. അപ്പം എല്ലാ യങ്സ്റ്റേഴ്സും, യൗവനക്കാരും, നിങ്ങൾ ഇത് കേൾക്കുന്നവർ നിങ്ങളുടെ കൈ ഒന്ന് പൊക്കി ഒന്ന് കാണിക്കാമോ? ഞാൻ ഈ സ്ക്രീനിൽ കാണുന്നുണ്ട്. യെസ്, യൗവനക്കാരല്ലാത്തവരും കൈ പൊക്കുന്നുണ്ട്. വെരി ഗുഡ്, എല്ലാവർക്കും. ഞാൻ ഇതുവരെ പറഞ്ഞത് എന്തെന്ന് ചോദിച്ചാൽ, ഈ ഒരു ഉപമയെ മനസ്സിലാക്കണമെങ്കിൽ ഇത്രയും മുഖവരുടെയെങ്കിലും ആവശ്യമുണ്ട്. ഇതെന്താ ഈ ഉപമയെന്ന് ചോദിച്ചാൽ, യേശു കർത്താവിന്റെ വരവ് മുമ്പിൽ നിൽക്കുന്നു. ഒരുങ്ങണം. എങ്ങനെ ഒരുങ്ങരുത്? നോർമൽസിയിൽ ഒരുങ്ങരുത്. ഈ സ്വന്തം എന്റർടൈൻമെന്റിൽ ഒരുങ്ങരുത്. അങ്ങനൊന്നും ഒരുങ്ങിയാൽ ഒക്കത്തില്ല. ഉറങ്ങരുത്, കുഴിച്ചിടരുത്. അത് കഴിഞ്ഞിട്ട് പറയുക,
ഈ കോലാടുകളെ പോലെ ആകരുത്. അവരെന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ഒറ്റ വായനയിൽ അവര് ലീസ്റ്റ് ഓഫ് ദീസ്, എളിയവരോട് പ്രതികരിക്കാൻ അവർക്ക് അറിയാതായിപ്പോയി. ഈ ഒരു ഉപമയുടെ ആ യഥാർത്ഥ വ്യാഖ്യാനവും ആ 3 തത്വങ്ങൾ നമ്മൾ പഠിക്കുന്നതിന് തൊട്ടു മുമ്പായി ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ ഉപമയെ സാധാരണഗതിയിൽ ഒരു നല്ല ശതമാനം ക്രൈസ്തവർ മനസ്സിലാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാം? ഞാൻ പേരുകൾ പറയാതെ പറയാം. വലിയ പ്രസിദ്ധരായവർ ഇതിനെ മനസ്സിലാക്കിയിരിക്കുന്നത് ആ നമ്മൾ കണ്ട ലീസ്റ്റ് ഓഫ് ദീസ്, എളിയവരെന്നുള്ളത് കോഴഞ്ചേരിയിലൂടെയോ പത്തനംതിട്ടയിലൂടെയോ വണ്ടി ഓടിക്കുമ്പോ വഴി സൈഡിൽ നിൽക്കുന്ന ആഹാരത്തിന് ബുദ്ധിമുട്ടോടെ, അല്ലെ ഈ പാൻഡമിക്കിന്റെ സമയത്ത് അടുത്ത മീൽ എവിടുന്ന് വരുമെന്നറിയാതെ, കാരണം അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത് 25-ന്റെ 34-ാമത്തെ വാക്യം മുതൽ. അതുകൊണ്ട് ഒന്ന് വായിക്കട്ടെ. നിങ്ങൾ ആരെങ്കിലും ഈ ഉപമ ആദ്യമായി വായിക്കുന്നുണ്ടെങ്കിൽ എന്താ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി 25-ന്റെ 34 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ. രാജാവ് വലത്ത് നിൽക്കുന്നവരോട് എന്ന് പറഞ്ഞാൽ ചെമ്മരി ആടുകളോട് പറയുന്ന ഇതാ, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, അവരെ വിളിച്ചിരിക്കുന്ന വേറൊരു പേരെന്താ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആർക്കെങ്കിലും അത് മനസ്സിലായെങ്കിൽ ഇപ്പൊ ചാറ്റ് ബോക്സിൽ കാണാമല്ലോ. വലത്തുവശത്ത് നിൽക്കുന്നവർ ചെമ്മരി ആടുകൾ, ഷീപ്പാണ്. അവരെ വിളിച്ചിരിക്കുന്നു ഇവിടെ 34-ൽ അനുഗ്രഹിക്കപ്പെട്ടവർ. അവരെ വേറൊരു കാര്യം കൂടെ വിളിച്ചു, ഞാൻ നിങ്ങളെ കാണിച്ചു. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ചാറ്റ് ബോക്സിൽ അതൊന്ന് എഴുതാമോ? ഈ ചെമ്മരിയാടുകളെ, ഷീപ്പിനെ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് വിളിച്ചിട്ടുണ്ട്. അവരെ വേറൊരു പദം കൂടെ വിളിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും മനസ്സിലായോ? ഒന്നിട്ടേ നോക്കട്ടെ. ആരാണ്ട് ഇങ്ങനെ കാണിക്കുന്നു, എഴുതണം. ചാറ്റ് ബോക്സിൽ എഴുതാതെ എങ്ങനെയാ ഞാൻ കാണുന്നേ? എന്താ അവരെ വിളിച്ചിരിക്കുന്ന? ആരാണ് ഈ വലത്തിൽ ഉള്ളവർ? അല്ലെ അൺമ്യൂട്ട് ചെയ്യാൻ ഒക്കുമെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, ഉത്തരം വന്നു. റൈച്ചസ്. അവരെ വിളിച്ചിരിക്കുന്നത്, അവർ നീതിമാന്മാരുമാണ്, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അവർക്ക് ശരിക്ക് ഒരുങ്ങാൻ അറിയായിരുന്നു. അവർക്ക് യേശുവിന്റെ വരവിന് വേണ്ടി ശരിക്കൊരുങ്ങാൻ. ഇനി നോക്കിക്കേ 34. സാധാരണഗതിയിൽ ഈ ഉപമയെ മനസ്സിലാക്കിയിരിക്കുന്നത്, യേശു പറഞ്ഞ വലത്ത് നിൽക്കുന്നവരോട് പറയുന്നത്, പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കുവീൻ. എനിക്ക് വിശന്നു. എനിക്ക് വിശന്നു. ചില സ്ഥാപനങ്ങളുടെയും ഓർഗനൈസേഷന്റെയും തലക്കെട്ടാണ് ഈ വാക്യം. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു. അപ്പൊ സാധാരണഗതിയിൽ ഈ ഉപമയെ മനസ്സിലാക്കുന്നത് യേശു കർത്താവിന്റെ വരവിങ്കൽ ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ, എവിടാണോ താമസിക്കുന്നത്, മാവേലിക്കരയാണോ താമസിക്കുന്നത്, തിരുവല്ലയിലാണോ, കോഴഞ്ചേരിയിലാണോ, മല്ലപ്പള്ളിയിലാണോ, പുല്ലാട്ടാണോ, എവിടാണെങ്കിലും എന്തെങ്കിലും സമൂഹത്തിന് ചെയ്യുക. ഇറങ്ങി എന്തെങ്കിലും ചെയ്യുക. പ്രത്യേകിച്ച് പാൻഡമിക്കിന്റെ സമയത്ത് എന്തെങ്കിലും കിറ്റോ കാര്യങ്ങളോ വസ്ത്രമോ, അല്ലെങ്കിൽ കൂടെ ഓരോ വർഷം കൂടുമ്പോൾ വാർഡ്രോബ് ഒന്ന് നോക്കണം, ഉപയോഗിക്കാത്ത സാധനങ്ങളെല്ലാം കൊടുക്കുക. കാരണം യേശു പറഞ്ഞിട്ടുണ്ട്, അവസാനം വരുന്ന സമയത്ത് ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ മാറ്റും. കാരണം എളിയവരോട് ചെയ്തത് എന്ത്? വിശന്നു, കഴിപ്പാൻ കൊടുത്തു. ദാഹിച്ചു, കുടിപ്പാൻ കൊടുത്തു. പാവങ്ങളെ സഹായിക്കണം. ടേക്കിംഗ് കെയർ ഓഫ് പുവർ. That is what the Bible says, no doubt. ദൈവത്തിന്റെ ഹൃദയം അതാണ്. പക്ഷേ ഈ ഉപമയുടെ അർത്ഥം അതാണോ? അങ്ങനെ 4 പ്രവൃത്തി ചെയ്താൽ അതാണോ ഇവിടുത്തെ ഡിസൈഡിങ് ഫാക്ടർ? അങ്ങനെ ആണെങ്കിൽ ഒരു വലിയ ആശയക്കുഴപ്പം വരുമല്ലോ ഒറ്റ വായനയിൽ തന്നെ. അപ്പോൾ രക്ഷ എന്നുള്ളത് പ്രവൃത്തിയാലാണോ? നമുക്കൊരു ബന്ധവും ഇല്ലാതെ ജീവിച്ചു കഴിഞ്ഞിട്ട് നല്ലായി പാവങ്ങളെ സഹായിച്ച്, നല്ലതായി പണം കൊടുത്ത്, സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്ത്, അവസാനം കുടുംബ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ യേശു എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. അപ്പോ അവസാനം എനിക്ക് വലത്ത് നിൽക്കാൻ ഒക്കും. ആ വലത്ത് നിന്ന് ഷീപ്പായി ഞാൻ മാറും. കാരണം ഞാൻ പാവങ്ങളെ സഹായിച്ചു. എക്കണോമിക്കലി പുവർ ആയിട്ടുള്ളവരെ ഞാൻ റെഡീം ചെയ്തു. അപ്പൊ എങ്ങനെയാ ഇതെല്ലാം ഒക്കുന്നേ? രക്ഷ എന്നുള്ളത് പ്രവർത്തിയാൽ അല്ലല്ലോ, അത് വിശ്വാസത്താലല്ലേ. എഫേസ്യ ലേഖനം 2-ന്റെ 8-9, റോമാലേഖനം 3-ന്റെ 24-25 ആ റിഡംഷൻ, സാക്രിഫൈസ് ഓഫ് അറ്റോൺമെന്റ്, വിശ്വാസത്താലല്ലേ നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്.
ഒരു കേവല വായനയുടെ പ്രശ്നമാണ് ഞാൻ പറയുന്നത്. ഈ ഇടത്ത് നിൽക്കുന്നവരോട് പറയുന്ന ഒന്ന് ശ്രദ്ധിച്ചേ. അവരങ്ങ് അന്താളിക്കുക. അവർ ചോദിക്കുന്നത് എന്താണെന്നറിയോ? അവർ ഈ കൊട്ടും പാട്ടിയും എല്ലാം പോയിട്ട് അവർ ചോദിക്കുന്ന വൈ ഐ എന്നെ എന്തിനാ എടുത്തു നിർത്തിയിരിക്കുന്നത്? ഞാൻ എന്തോ ചെയ്തു? ഞാൻ സഭയെ വന്നില്ലേ? ഞാൻ യൂത്ത് ഇമ്പാക്റ്റിന് വന്നില്ലേ? ഞാൻ എന്തോ ചെയ്തു? 25:44 പറയുന്നത് എന്താണെന്നറിയോ? അവരോട് ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ. 25 അതിനവൻ, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനായോ ദാഹിക്കുന്നവനായോ അതിഥിയായോ ഞങ്ങൾ എപ്പോ കണ്ടു? ഞങ്ങൾ എപ്പോ ചെയ്യാതിരുന്നു? 45 അവൻ അവരോട്, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാതിരുന്നിടത്തോളം എല്ലാം എനിക്കാകുന്നു ചെയ്യാഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ പറയാ, പൊക്കോണം ഇറ്റേണൽ പണിഷ്മെന്റിൽ. അത് കുറെ നാളുകളായി വായിച്ചപ്പോ എന്റെ മനസ്സിൽ കർത്താവേ, ഇത് ശരിയാകുന്നില്ല. കാരണം പാവങ്ങളെ സഹായിക്കാഞ്ഞത് നിമിത്തം ഞാനിപ്പോ നരകത്തിൽ പോകാൻ പോവുകയാണോ? അപ്പൊ രക്ഷ എന്നുള്ളത് എന്റെ പ്രവൃത്തിയാലാണോ? ഞാൻ ഈ വിശക്കുന്നവന് ആഹാരം കൊടുക്കുമ്പോ, ഞാൻ ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കുമ്പോ എനിക്ക് വലത്തെ സ്ഥാനം കിട്ടുന്നു. ഞാൻ ഇത് ചെയ്യാതിരുന്നാൽ നരകത്തിൽ പൊക്കോണം. അപ്പം സാൽവേഷൻ ഈസ് ഇറ്റ് ബൈ വർക്ക്സ്? എല്ലാവർക്കും അറിയാം, നോ, ഇറ്റ് ഈസ് ബൈ ഗ്രേസ്. കൃപയാലാണ്. രാജ്യത്തിലേക്ക് പ്രവേശിച്ചത് ദൈവത്തിന്റെ കൃപയാലാണ്. വിശ്വാസത്താലാണ് നീതീകരണം. ഗലാത്യലേഖനം 2:15-16 കൃപയാലല്ലോ വിശ്വാസം മൂലം. ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത്. അപ്പൊ ഇതെന്താ ഈ പാരബിൾ? വിശ്വാസത്താലാ നീതീകരണം, നമ്മുടെ പ്രവൃത്തിയാലല്ല. അന്നത്തെ ദിവസം യേശുവിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോ, നീ യൂത്ത് ഇമ്പാക്ട് അറ്റൻഡ് ചെയ്തു, നീ ബൈബിൾ വായിച്ചു, പ്രാർത്ഥിച്ചു, പക്ഷേ ഒറ്റ പാവങ്ങളെ പോലും സഹായിച്ചിട്ടില്ല. ഇടത്തോട്ട് പോയിക്കേ. അതാണോ നമ്മൾ ഈ പാരബിൾ എന്ന് പഠിക്കുന്നേ? അതോ യൂത്ത് ഇമ്പാക്ട് അറ്റൻഡ് ചെയ്തില്ലേലും, എടാ മോനെ, നിനക്ക് നല്ലൊരു ഹൃദയം ഉണ്ടായിരുന്നു, നീ എപ്പോഴും ആരെങ്കിലും റോഡ് സൈഡിൽ നിന്ന് യാചിക്കുന്ന കാണുമ്പോ നീ ബൈബിൾ വായിച്ചില്ലേലെന്താ, നീ പ്രാർത്ഥിച്ചില്ലേലെന്താ, നിനക്കൊരു ഹൃദയം ഉണ്ടല്ലോടാ, ഇങ്ങോട്ട് വലത്തോട്ട് മാറിക്കാട്ട്, നീയാണ് ആ ചെമ്മരിയാട്. അതല്ല, ഇവിടെ എന്തോ വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ എന്താ നടക്കുന്നേ? ശ്രദ്ധിച്ചു നോക്കണമേ. ഒന്നുകൂടെ 2 പദങ്ങൾ വായിക്കാതിരിപ്പാൻ സാധ്യമല്ല. ഏതാ 2 പദം എന്നറിയാമോ? ആവർത്തിച്ചിരിക്കുന്ന 2 പദം. 40-ാമത്തെ വാക്യത്തിലും 45-ാമത്തെ വാക്യത്തിലും ആവർത്തിച്ചിരിക്കുന്ന ആ 2 പദം. ലീസ്റ്റ് ഓഫ് ദീസ്, ഷീപ്പുകളെ, ചെമ്മരിയാടുകളെ, യു ടുക്ക് കെയർ ഓഫ് ദ ലീസ്റ്റ് ഓഫ് ദീസ്. കോലാടുകളെ, ഇടത്തോട്ട് പൊക്കോണം. ബിക്കോസ് 45 യു ഡിഡ് നോട്ട് ഡു ഫോർ വൺ ഓഫ് ദ ലീസ്റ്റ് ഓഫ് ദീസ്. ചോദ്യം ഇതാ, ആരായി ലീസ്റ്റ് ഓഫ് ദീസ്? ആരാണിത്? ആരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? അത് മനസ്സിലാക്കണമെങ്കിൽ ഈ ഉപമ ഒരു വ്യക്തിക്കും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ഇത് മാത്രം വായിച്ചാൽ ഒരു 4 പേജുകൾ മുമ്പോട്ട് പോയി 10-ാമത്തെ അധ്യായം തുറന്നു വെക്കണം. അടുത്ത കുറച്ച് നിമിഷങ്ങൾ 10-ാമത്തെ അധ്യായവുമായി ഈ 25-ാമത്തെ അധ്യായത്തിനുള്ള ബന്ധം. ഈ സൂം മീറ്റിങ്ങിന് കയറുന്നതിന് മുമ്പ് വരെ ഞാൻ 10-ാമത്തെ അധ്യായം ഒന്ന് വായിക്കും, 25 ഒന്ന് വായിക്കും, 25 ഒന്ന് വായിക്കും, 10 വായിക്കും. അതൊരു പ്രധാന കാര്യമാണ്. 10-ാമത്തെ അധ്യായം അതിന്റെ 42-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കൂ. എന്താ 10:42? അല്ല, 10-ാമത്തെ അധ്യായം എന്തിനെ കുറിച്ചാ? മിഷണറീസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിന്റെ സുവിശേഷ പ്രഘോഷകർ. അവർ ദൈവരാജ്യത്തിന്റെ ദൂത് അറിയിക്കാൻ പോകുന്നവരാണ്. 10-ാമത്തെ അധ്യായം 42-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ്: ആൻഡ് ഇഫ് എനിവൺ ഗിവ്സ് ഈവൻ എ കപ്പ് ഓഫ് കോൾഡ് വാട്ടർ to one of these little ones who is my disciple, you do something to the least of these. 25 ഉപമയിൽ പറയുന്നത് ലീസ്റ്റ് ഓഫ് ദീസിനെ നീ കണ്ടില്ല, ലീസ്റ്റ് ഓഫ് ദീസിനെ നീ അവരെ കൈക്കൊള്ളേണ്ടതുപോലെ കൈക്കൊണ്ടില്ല. അതാ വിഷയം. പക്ഷെ ആരാ ഈ ലീസ്റ്റ് ഓഫ് ദീസ്? 10-ാമത്തെ അധ്യായം 42 വായിക്കുമ്പോ യേശുവിന്റെ ശിഷ്യന്മാർ,
യേശുവിന്റെ ശിഷ്യന്മാർക്ക് വെള്ളം കൊടുക്കുന്നതിനെ കുറിച്ച് ഞാനത് മലയാളത്തിലൂടെ വായിക്കട്ടെ. 10-ാമത്തെ അധ്യായം 42-ാമത്തെ വാക്യം. ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന്, ശിഷ്യരെന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന്. ആരായി ചെറിയവൻ? സുവിശേഷം പറയാൻ വന്നവൻ. ആരായി ചെറിയവൻ? കർത്താവിന് വേണ്ടി പീഡനം അനുഭവിച്ച് നിൽക്കുന്നവൻ. 3 തത്വങ്ങൾ ഈ ഉപമയിൽ നിന്നും. ഈ ഉപമ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഹൗ ടു പ്രിപ്പയർ, വൈ ഐ എന്ന് അവസാനം ചോദിക്കേണ്ട വരരുത്. ഇടത്തുവശത്ത് നിൽക്കുമ്പം വൈ ഐ ചോദിക്കണ്ട. ഹൗ ടു പ്രിപ്പയർ. ഈ പാരബിൾ എന്താണെന്നറിയാം? ഈ പാരബിൾ ഈസ് എ കോൾ ടു ബിക്കം ദ ലീസ്റ്റ് ഓഫ് ദീസ്. എളിയവരാകാനുള്ള ഒരു വിളിയാണ് ഈ ഉപമ. മനസ്സിലായില്ല? എന്താ ഇത്? മനസ്സിലായില്ല. എളിയവരാകാനുള്ള വിളിയോ? ആരായി എളിയവർ? ഈ ഉപമയിൽ കാണുന്ന എളിയവരെന്ന് പറഞ്ഞാൽ എക്കണോമിക്കലി റോഡ് സൈഡിൽ നിന്ന് യാചിക്കുന്നവർ മാത്രമല്ല. ഇൻഫാക്ട് അതല്ല ഇവിടുത്തെ പ്രമേയം. അത് ചെയ്യണം. പൂവറിനോടുള്ള നമ്മുടെ പെരുമാറ്റം, നമ്മുടെ റെസ്പോൺസ് ദൈവത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും. പാൻഡമിക്കിന്റെ സമയത്തും ഷെയറിങ് ചെയ്യണം. പക്ഷെ ഇവിടെ പറയുന്ന ലീസ്റ്റ് ഓഫ് ദീസ്, ഈ ലീസ്റ്റ് ഓഫ് ദീസ് ആരാണെന്ന് ചോദിച്ചാൽ ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന്റെ ദൗത്യം ഏറ്റെടുത്ത് അവരാരായി തീർന്നു? അവർ ഹംഗ്രിയായി തീർന്നു. അവരാരായി തീർന്നു? അവർക്ക് ദാഹിച്ചു. അവരാരായി തീർന്നു? അവർ നഗ്നരായി. അവരാരായി തീർന്നു? അവർ പ്രിസണിൽ കടന്നു. ഈ ഉപമയുടെ വിളി എന്താണെന്നറിയോ? ഇറ്റ് ഈസ് എ ബ്ലെസ്സഡ് സ്റ്റേറ്റ് ടു ബി ഇൻ ദ ലീസ്റ്റ് ഓഫ് ദീസ്. അപ്പോ ഈ ആടുകൾ, ഇവിടുത്തെ ഈ ചെമ്മരിയാട് എന്താ ലീസ്റ്റ് ഓഫ് ദീസിനോട് ചെയ്തത്? അവര് ചോദിക്കുന്നത് എന്താണെന്നറിയാം? 37-ാമത്തെ വാക്യം. ഞങ്ങൾ എന്തോ ചെയ്തു? ദെൻ ദ റൈച്ചസ്. നോക്കിയ 37-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. 25-ന്റെ 37-ാമത്തെ വാക്യം. Then the righteous will answer him, Lord, when did we see you hungry? ഞങ്ങൾ എപ്പോഴാ? When did we see you stranger, invite you, needing clothes? When did you see sick? ഇവിടെ പറയുന്നത് എന്താണെന്നറിയാം? അടുത്ത വാക്യത്തിൽ, whatever you did for one of the least of these brothers. അപ്പൊ ഈ ഷീപ്പ് ആരാന്നറിയാമോ? ശ്രദ്ധിക്കണമേ, എങ്ങനെ ഒരുങ്ങേണ്ടതെന്നറിയാമോ? ദൈവരാജ്യം ഒരാളിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൽ മുഴുവൻ എന്തായിരിക്കും എന്നറിയാമോ? രാജ്യത്തിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം. ലീസ്റ്റ് ഓഫ് ദീസായി രാജ്യത്തെ പ്രസംഗിക്കുന്നവരുണ്ട്. രാജ്യത്തിന് വേണ്ടി മിഷൻ ഫീൽഡിൽ നിൽക്കുന്നവരുണ്ട്. ഈ ആടുകളോട് പറയുക, നിങ്ങൾ വലത്തുവശത്ത് വാ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അവരിൽ രാജ്യം വന്നതിന്റെ പ്രത്യക്ഷ അടയാളമാ. അവർക്കിപ്പോ ഒറ്റ കാര്യമുള്ളൂ, എവിടാ ലീസ്റ്റ് ഓഫ് ദീസ്? എന്തിയെ സുവിശേഷ വേലക്കാർ? എന്തിയെ രാജ്യം? They are people who are involved in kingdom business. They are not people who dug up their talent. They are not people who are sleeping. They are not people who are into entertainment. They are not people who are living a complacent, lazy life. They are involved in kingdom business. യൂത്ത് ഇമ്പാക്റ്റിന്റെ അവസാന സെഷനിൽ എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാൻ, ചോദിക്കാനുള്ളത്, ആർ യു എ ഷീപ്പ്? നിങ്ങളിൽ ചിലര്, some of you are called to become least of these. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? അത് ഈ പാരബിളിൽ ഷീപ്പിനെക്കാട്ടി വ്യത്യസ്ത ഒരു കോളാ. into full time ministry, least of these, abandoning your comfort. നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കാം, നിങ്ങളുടെ സ്വപ്നമുണ്ട്, അംബിഷൻ ഉണ്ട്. പക്ഷെ 10-ാമത്തെ അധ്യായത്തിൽ കാണുന്നത് പോലെ choosing to be the least of these. യേശുവിന് വേണ്ടി ആ ക്രൂശ് എടുക്കാൻ തയ്യാറായവർ ലീസ്റ്റ് ഓഫ് ദീസ്. പക്ഷെ നിങ്ങളിൽ ചിലർ, നിങ്ങൾ തന്നെത്താൻ ആ മിഷണറി ആകത്തില്ല. പക്ഷെ നിങ്ങൾ ആരെ പോലെ ആകണമെന്നറിയാമോ? ഷീപ്പ്. ആരാ ഷീപ്പ്? ഹു നോസ് ദ ലീസ്റ്റ് ഓഫ് ദീസ്. അവരുടെ ഹാർട്ട് ബീറ്റ് എന്താന്ന് ചോദിച്ചാൽ ദ ലീസ്റ്റ് ഓഫ് ദീസ്. എവിടെ എവിടെ എവിടെ?
പോക്കറ്റ് മണി എല്ലാ മാസവും പപ്പായും മമ്മിയുടെ കയ്യിൽ നിന്നും കിട്ടുമ്പോ ആ പോക്കറ്റ് മണിയിൽ നിന്നും വേർ ഈസ് ദ ലീസ്റ്റ് ഓഫ് ദീസ്? എന്തിയെ ദൈവരാജ്യം? എവിടാ ദൈവരാജ്യത്തിന്റെ പ്രവൃത്തി നടക്കുന്നേ? എന്തിയെ ദൈവരാജ്യം നിമിത്തം വിശക്കുന്നവർ? എന്തിയെ ദൈവരാജ്യം നിമിത്തം ദാഹിക്കുന്നവർ? എന്റെ ഈ 500 രൂപയിലെ 100 രൂപ ഞാൻ മാറ്റിവെക്കുക ഫോർ ദ ലീസ്റ്റ് ഓഫ് ദീസ്. ചിന്തിക്കരുതേ ആ 100 രൂപ അങ്ങോട്ട് ഇട്ടപ്പം സ്വർഗത്തിൽ എനിക്ക് അങ്ങനല്ല. ആ 100 രൂപ ഇട്ടത് കൊണ്ടല്ല സ്വർഗം. ദൈവരാജ്യം ഉള്ളിൽ വന്നവന്റെ അടയാളമാ. അവന് തന്നെ ജീവിക്കാൻ ഒക്കത്തില്ല, അവന് സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാൻ ഒക്കത്തില്ല. നിങ്ങളിൽ ചിലപ്പോൾ ചിലര് നല്ലെണ്ണം പഠിച്ച് മിടുക്കരായി കമ്പനികളുടെ CEO ആകും. ചിലര് വലിയ സ്ഥാപനത്തിൽ നല്ല ഹോസ്പിറ്റലുകളിൽ ഡോക്ടേഴ്സ് ആകും. നിങ്ങളിൽ ചിലര് ചിലപ്പോ പൈലറ്റ് ആയേക്കാം, എഞ്ചിനീയേഴ്സ് ആയേക്കാം. ഏത് ജീവിത സാഹചര്യത്തിൽ ചെന്നാലും ഹാർട്ട് ബീറ്റ് എന്താണെന്നറിയോ? വേർ ഈസ് ദ ലീസ്റ്റ് ഓഫ് ദീസ്? എന്തിയെ ദൈവരാജ്യത്തിൽ പ്രവർത്തിക്കുന്നവർ? എനിക്ക് അവരിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്നറിയാമോ? സ്വർഗത്തിൽ കസാര ഉറപ്പിക്കാനല്ല, സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടത് കൊണ്ട് ഇന്ന് ദൈവരാജ്യം എന്തിയെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആ മനുഷ്യന്റെ പാഷൻ. അപ്പൊ ആരാ ഈ കോലാടുകൾ ആരാന്നറിയാമോ? ഗോട്ട് നല്ല തുള്ളലായിരുന്നു, മേളമായിരുന്നു. പക്ഷെ രാജ്യത്തെക്കുറിച്ച് ഒരു സങ്കല്പവും ഇല്ല. പിന്നെ എന്താ ചെയ്തത്? തനിക്ക് വേണ്ടി തന്നെ ജീവിച്ചു. എന്തിയെ പൈസ എല്ലാം ഓൺ മൈസെൽഫ്, എല്ലാം എനിക്ക് വേണ്ടി കൂട്ടിവെച്ചു. രാജ്യത്തിന്റെ ബിസിനസ്സിൽ ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ രാജ്യത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ നടക്കാത്ത വ്യക്തി. രണ്ടാമത്തെ തത്വം ശ്രദ്ധിക്കണമേ. വി ആർ ഓൾ കോൾഡ് ടു ബി ദ ലീസ്റ്റ് ഓഫ് ദീസ്. രാജ്യത്തിന്റെ ബിസിനസ് എടുക്കണം. അതിൽ ഒന്നിൽ ലീസ്റ്റ് ഓഫ് ദീസ് ആയി മാറണം, അല്ലെങ്കിൽ ഷീപ്പായി മാറണം. ഷീപ്പ് ആരാന്നറിയാമോ? ലീസ്റ്റ് ഓഫ് ദീസിനെ ഐഡന്റിഫൈ ചെയ്തവർ. അവർക്ക് ഒറ്റ സ്വപ്നേ ഉള്ളൂ. അവർക്ക് ഉറങ്ങാൻ താല്പര്യമില്ല, അവർക്കുള്ള താലന്ത് കുഴിച്ചിടാൻ താല്പര്യമില്ല, അവർക്ക് നോർമൽസി താല്പര്യമില്ല, അവർക്ക് ഒറ്റ പാഷനേ ഉള്ളൂ. രാത്രി കിടക്കുമ്പോൾ, രാവിലെ ഇറങ്ങുമ്പോൾ, വേർ ആർ ദ ലീസ്റ്റ് ഓഫ് ദീസ്? വേർ ഈസ് ദ കിങ്ഡം? ദൈവരാജ്യം എന്തിയെ? രണ്ടാമത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്നെ ഏറ്റവും ചിന്തിപ്പിച്ചത് ഈ പാരബിളിൽ നിന്ന്, ദ ബ്ലെസ്സിങ് ഓഫ് ബീയിങ് ദ ലീസ്റ്റ് ഓഫ് ദീസ്. ആ ഏറ്റവും ചെറിയവരായവരിൽ ആ ഒരു പദവിയിലുള്ള അനുഗ്രഹം. എന്താ അനുഗ്രഹം എന്നറിയണമെങ്കിൽ ആ 25-ാമത്തെ അധ്യായം 40-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഞാൻ ഇതുവരെ പറഞ്ഞതല്ലേ, ഒന്നുകൂടെ ഞാൻ പറയട്ടെ ഒരു കാര്യം. ഈ പാരബിൾ എന്നുള്ളത് കുറച്ച് ഫിലാൻത്രോപ്പിക് വർക്ക് ചെയ്യുന്നതല്ല. കുറച്ച് എവിടെങ്കിലും ആരെങ്കിലും ഒരു പാവപ്പെട്ടവർ കൊടുത്തേരെ എന്തേലും. കാരണം മത്തായിയുടെ സുവിശേഷം 25 എഴുതിയിട്ടില്ലേ, കൊടുത്തില്ലേ അന്ന് കോലാടാവും, എന്തേലും കൊടുത്തേരെ, ദാഹിച്ചിരിക്കുന്നവന് അതല്ലിത്. അത് ചെയ്യണം, പക്ഷെ അതല്ലിത്. ഇതെന്താന്ന് ചോദിച്ചാൽ 25:40 ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. 40-ാമത്തെ വാക്യം. രാജാവ് അവരോട്, എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ, നിങ്ങൾ കണ്ടോ ആ വാക്ക്? എന്റെ ഈ ഏറ്റവും ചെറിയ ഈ ഏറ്റവും ചെറിയവരെ ആരായിട്ടാ വിളിക്കുന്നത്? ഇവരാരാ? യേശുവിന്റെ സഹോദരന്മാർ. അത് വലിയൊരു കാര്യം കേട്ടോ. ഈ ചെറിയവരെ യേശു വിളിക്കുന്ന എന്താണെന്നറിയോ? എന്റെ ബ്രദേഴ്സ് ആണ് അവർ. They are my brothers. ഞാൻ ഇംഗ്ലീഷിലൂടെ വായിക്കാൻ പോവാ. This is a blessing of being the least of these. ആ എളിയവരായി ഇരിക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണിത്. Whatever you did for one of the least of these brothers and sisters of mine. എന്താ? You did for the least of these brothers and sisters of mine. അവരെന്റെയാ. മത്തായിയുടെ സുവിശേഷത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്റെ പ്രിയ അനിയന്മാരെ, അനിയത്തിമാരെ, മത്തായിയുടെ സുവിശേഷത്തിൽ യേശുവിന്റെ സഹോദരന്മാരെന്ന് പറഞ്ഞാൽ അത് ആരാണെന്നറിയാം? മത്തായിയുടെ സുവിശേഷം 12:49 ഓൾറെഡി എഴുതിയിട്ടുണ്ട് സുവിശേഷകൻ. യേശുവിന്റെ ശിഷ്യന്മാരെ പോയിന്റിംഗ് ടു ഹിസ് ഡിസൈപ്പിൾസ് ഹി സെഡ്, ഹിയർ ആർ മൈ മദർ ആൻഡ് മൈ ബ്രദേഴ്സ്.
50-ാമത്തെ വാക്യം, whoever does the will of my Father in heaven is my brother and sister and mother. 28-ന്റെ 10-ാമത്തെ വാക്യത്തിലും 28-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിലും യേശു പറയുന്ന, then Jesus said to them, do not be afraid, go and tell, എന്താ അടുത്ത വാക്ക്, go and tell my brothers to go to Galilee. ഈ എളിയവരായ എന്റെ സഹോദരന്മാരെന്ന് പറഞ്ഞാൽ ഇവര് സുവിശേഷ വേലക്കാരാണെന്ന്, ഇവർ യേശുവിന്റെ സഹോദരന്മാരാണെന്ന്. ആ വലത്തോട്ട് മാറി നിൽക്കാൻ പറയാൻ കാര്യം, അവർക്ക് രാജ്യം എന്താണെന്ന് മനസ്സിലായി. അവർ രാജ്യത്തിൽ കേറിയതിന്റെ അടയാളം അവരിൽ വെളിപ്പെട്ടു. എന്നെ കേൾക്കുന്ന മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഹാവ് യു entered the kingdom of heaven? That is by grace, that is by faith. You confessed Jesus is Lord. You said, I want the kingdom of heaven. Repentance, yeah, you said, I've gone through that. മാനസാന്തരം എനിക്കുണ്ടായി, ഞാൻ ദൈവരാജ്യത്തില. Really? What is your interest? What is your passion? What is your heartbeat? നിങ്ങളുടെ ഹൃദയം ഇടുപ്പ് എന്തിനു വേണ്ടിയാ? Is it for the least of these? Blessing of the least of these എന്ന് പറഞ്ഞാൽ സുവിശേഷ വേലയിൽ നിൽക്കുന്ന യേശുവിന്റെ സഹോദരന്മാരെന്ന് വിളിച്ചവരെ യേശു പറയാ, അവരെന്റെ സഹോദരന്മാരാണ്. ജീസസ് ഐഡന്റിഫൈഡ് ഹിംസെൽഫ് വിത്ത് ദ മിഷണറീസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. യേശു ആ മിഷണറീസിനോട് പറയാ, നിങ്ങൾ എന്റെ സഹോദരന്മാരാണ്. ഈ ഷീപ്പുകളുണ്ടല്ലോ, അവര് മിഷണറീസ് ഒന്നും ആയിട്ട് പോയില്ല, അവരെങ്ങും പോയില്ല. അവർ ബീഹാറിൽ പോയില്ല, അവർ ഒറീസയുടെ കുഗ്രാമത്തിൽ പോയില്ല. പക്ഷെ അവരോട് പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾക്ക് മനസ്സിലായി ദൈവരാജ്യം, നിങ്ങൾക്ക് വേണ്ടി തന്നെ ജീവിച്ചില്ല. ആ പോയവരെ നിങ്ങൾ വെൽക്കം ചെയ്തു, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു. നിങ്ങളുടെ ജീവിതം മുഴുവൻ കിങ്ഡമായിരുന്നു നിങ്ങളുടെ തലയിൽ. ദൈവരാജ്യത്തിൽ നിങ്ങൾ കേറിയതിന്റെ ലക്ഷണമാണത്. മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം, ഞാൻ പറഞ്ഞില്ലേ ഈ ഉപമയ്ക്ക് മത്തായിയുടെ സുവിശേഷം 10-മായി ബന്ധമുണ്ടെന്ന്. 10-ാമത്തെ അധ്യായം അതിന്റെ 18, 19 വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നതെന്നറിയാമോ? When they arrest you, മിഷണറീസേ, നിങ്ങൾ പോകുമ്പോൾ നാടുവാഴികളും രാജാക്കന്മാരുടെ മുമ്പിൽ നിങ്ങളെ കൊണ്ടുപോകും, നിങ്ങളെ ഏൽപ്പിക്കും. ഇവിടെ എന്താ യേശു എഴുതിയിരിക്കുന്നത്? യേശു എന്താ ഇവിടെ പറയുന്നത്? ഞാൻ ഹംഗ്രി ആയിരുന്നു, ഞാൻ തേഴ്സ്റ്റി ആയിരുന്നു, ഞാൻ സ്ട്രേഞ്ചർ ആയിരുന്നു. എന്നിട്ട് അവസാനം 39-ാമത്തെ വാക്യത്തിൽ എന്താണെന്നറിയാ പറയുന്നേ? When did we see you sick or in prison? ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു. ഇതാരാ? മോഷ്ടിച്ചത് കൊണ്ടുപോയി കാരാഗ്രഹത്തിൽ കിടക്കുന്നവരല്ല ഇത്. ഈ കാരാഗ്രഹത്തിൽ കിടക്കുന്ന ആരും ചോദിച്ചാൽ മത്തായിയുടെ സുവിശേഷം 10-19 ഏൽപ്പിക്കപ്പെട്ടവർ, സുവിശേഷത്തിന് നിമിത്തം കാരാഗ്രഹത്തിൽ കിടക്കുന്നവർ. ദൈവരാജ്യം ഒരാളുടെ ഉള്ളിൽ യഥാർത്ഥമായി വന്നിട്ടുണ്ടെങ്കിൽ അവരിൽ വരുന്നതാ സ്വന്തമായി ജീവിക്കാൻ പിന്നെ കഴിയത്തില്ല, സ്വാർത്ഥത ഒക്കത്തില്ല. യേശുവിന്റെ വരവിന് വേണ്ടി അവർ ഒരുങ്ങുന്ന എങ്ങനെ ചോദിച്ചാൽ, എന്തിയെ കാരാഗ്രഹത്തിൽ യേശുവിന് വേണ്ടി കിടക്കുന്നവർ, എന്തിയെ യേശുവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ടും വിശക്കുന്നവർ, ദാഹിക്കുന്നവർ. അവരുടെ വിശപ്പ് എന്റെ വിശപ്പാണ്, അവരുടെ നഗ്നത എന്റെ നഗ്നതയാണ്. യേശു പറയാ, ഞാൻ അവിടെ നഗ്നനായത്, ഞാൻ അവിടെ വിശന്നത്. എന്റെ സഹോദരന്മാര് വിശന്നപ്പോ എനിക്ക് വിശക്കുമായിരുന്നു. പ്രിയദൈവമക്കളെ, എന്റെ സഹോദരന്മാരെ, ഏറ്റവും ലീസ്റ്റായി നിങ്ങൾക്ക് ഈ പ്രായത്തിൽ ചെയ്യാനൊക്കുന്ന എന്താണെന്നറിയാം? നിങ്ങളുടെ ജീവിതം ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യുക. നിങ്ങൾ സ്വപ്നം കാണുമ്പോ, എനിക്ക് ദൈവരാജ്യത്തിനും സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഒരു പ്ലാൻ എന്റെ ജീവിതത്തിൽ ഇല്ല. അടുത്ത മാസം മുതൽ പോക്കറ്റ് മണി പപ്പ തരുമ്പോ, 500 രൂപ തരുമ്പോ, ദൈവരാജ്യത്തിലോട്ട് കയറാനല്ല, കേറിയവനാണെങ്കിൽ ഈ 500 രൂപ എനിക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കാൻ എനിക്ക് ഒക്കത്തില്ല. എന്തിയെ എളിയവരെന്തിയെ? സുവിശേഷം നിമിത്തം കാരാഗ്രഹത്തിലുള്ളവർ വല്ലതും ഉണ്ടോ? വിശക്കുന്നവർ വല്ലതും ഉണ്ടോ? ദാഹിക്കുന്നവർ? ദൈവരാജ്യം പ്രസംഗിക്കാൻ വേണ്ടി കുഗ്രാമത്തിൽ പോയി കിടക്കുന്നവരുടെ നിലവാരം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം അലിയുന്നില്ല എങ്കിൽ നമ്മുടെ രാജ്യത്തിൽ തന്നെയാ നമ്മൾ ജീവിക്കുന്നത്. ദൈവരാജ്യത്തിൽ കയറിയോ എന്ന് സംശയിക്കണം.
10:22 എന്താ എഴുതിയിരിക്കുന്നതെന്നറിയാം? കാരാഗ്രഹത്തിൽ വീണവര് മാത്രമല്ല ഇവർ. 10:22 മിഷണറീസ് ആരാന്നറിയാമോ? എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. യേശു പറഞ്ഞില്ലേ, ഞാൻ സ്ട്രെയിഞ്ചർ ആയിരുന്നു. 25:38 ഞാന് സ്ട്രെയിഞ്ചർ ആയിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. ആരായി സ്ട്രെയിഞ്ചർ? ആരായി സ്ട്രെയിഞ്ചർ? ഒരു ദേശത്ത് എവിടുന്നേലും വീട് മാറി വന്ന് താമസിക്കുമ്പോ അവര് സ്ട്രെയിഞ്ചറാ. നമുക്ക് അവരുടെ വീട്ടിലൊന്ന് കയറിയേക്കാം, കയറണം കേട്ടോ, കയറണം. പക്ഷെ സുവിശേഷ നിമിത്തം സ്ട്രെയിഞ്ചേഴ്സായി മാറിയവർ, അവർക്കറിയാത്ത ഒരു ഭൂമിയിൽ ജീവിക്കുന്നവർ, അവർക്കറിയാത്ത ഭാഷക്കാരുടെ നടുവിൽ ജീവിക്കുന്നവർ, എന്റെ നാമനിമിത്തം പകയ്ക്കപ്പെട്ടവർ. ആടുകളെ, ഷീപ്പ് ഷീപ്പ് കം ടു ദ റൈറ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വലത്തോട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ, നീ രാജ്യത്തിന് വേണ്ടിയാ ജീവിച്ചത്, നീ രാജ്യത്തിൽ പ്രവേശിച്ചവനാണ്. ആടുകളെ, ഇടത്തോട്ട് മാറ്. ഇറ്റേണൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ, യു പ്രിറ്റൻഡഡ് ദാറ്റ് യു ആർ ഇൻ ദ കിങ്ഡം, ബട്ട് കിങ്ഡം ഓഫ് ഹെവൻ വാസ് ഫാർ ഫ്രം യു. കേറിയിട്ടില്ലായിരുന്നു, അതിനുവേണ്ടി ജീവിച്ചിട്ടില്ലായിരുന്നു, ചുമ്മാ ആടിയതും പാടിയതുമാണ്. വൈ ഐ അവസാനം നമ്മൾ ആരും ചോദിച്ച് നിലവിളിക്കരുത് ആ ദിവസം, വൈ അയ്യോ ഇടത്തോട്ട് തന്നെ മാറിയത് എന്തിനു വേണ്ടിയാ? ഇന്നത്തെ ദിവസം കേൾക്കൂ, ദൈവരാജ്യത്തിന് വേണ്ടി ഒരുങ്ങുന്നത് എങ്ങനെയാ? രാജ്യത്തിന്റെ ബിസിനസ്സിൽ ഇൻവോൾവ് ആകണം. എന്നിട്ട് ശ്രദ്ധിക്കണമേ, 10:40 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമല്ലേ അത്? 10:40 മനസ്സിലാക്കിയാൽ 25 നല്ലായിട്ട് മനസ്സിലായെന്ന അതിന്റെ അർത്ഥം. 10:40 എന്താണെന്നറിയാമോ? ഈ സുവിശേഷ വേലക്കാരെ കുറിച്ച് അവിടെ പറയുന്നത് എന്താണെന്ന് അറിയാമോ ദൈവമക്കളെ? നിങ്ങളെ കൈക്കൊള്ളുന്നവൻ. ആരെ കൈക്കൊള്ളുന്നവൻ? വിശന്ന നിങ്ങളെ, ദാഹിച്ച നിങ്ങളെ, കാരാഗ്രഹത്തിൽ വീണ നിങ്ങളെ, പകച്ച നിങ്ങളെ. നിങ്ങളെ കൈക്കൊള്ളുന്നവർ എന്നെ കൈക്കൊള്ളുന്നു. കാരണം നിങ്ങൾ എന്റെ സഹോദരന്മാരാണ്. നിങ്ങൾ എനിക്ക് വേണ്ടിയാണ് ആ പോയി കിടന്നത്, അതെനിക്ക് വേണ്ടിയാ. എന്നിട്ടാണ് 42-ാമത്തെ വാക്യത്തിൽ ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവലിൽ ഒരുത്തന് ഒരു പാനപാത്രം തണ്ണീർ. എന്താ 25-ൽ വായിക്കുന്നത്? എനിക്ക് ദാഹിച്ചു, നിങ്ങൾക്ക് കുടിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങളെ കുടിക്കാൻ തന്നു. ആരായി ദാഹിച്ചവർ? മിഷണറീസ്, സുവിശേഷം നിമിത്തം ദാഹിച്ചവർ. നിങ്ങളിൽ ചിലർക്ക് ഈ ദാഹം ഭാവിയിൽ ഉണ്ടാകും, നിങ്ങൾക്ക് ഈ വിശപ്പുണ്ടാകും. നിങ്ങളിൽ ചിലര് പകയ്ക്കപ്പെടും. പക്ഷെ നിങ്ങളിൽ ചിലര് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? നിങ്ങൾ വെൽക്കമാ ചെയ്യാൻ പോകുന്നത്. ഈ പകയ്ക്കുന്നവരെ കാണുമ്പം, വാ, എന്റെ വീട് നിങ്ങളുടെയാ, എന്റെ ധനം ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങളുടെയാ, രാജ്യത്തിലാ. രാജ്യത്തിൽ കയറാനല്ല ചെയ്യുന്നത്, രാജ്യത്തിലായതുകൊണ്ടാ ചെയ്യുന്നത്. എന്നെ ഏറ്റവും ചിന്തിപ്പിച്ച വാക്യം ദൈവമക്കളെ, 25-ന്റെ 10-ാമത്തെ അധ്യായം അതിന്റെ 41-ാമത്തെ വാക്യം ഇതിനോട് ചേർന്ന് വായിച്ചില്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ ദിവസം സമയം കഴിയുന്നു. നമുക്കത് പിന്നെ വായിക്കാതിരുന്നാൽ ഈ ഒരു 25-ഉം 10-ഉം തമ്മിലുള്ള ബന്ധം നമ്മൾ കാണാതെ പോകും. 10-ന്റെ 41 പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. അടുത്ത എന്താ പറയുന്നതെന്നറിയോ? നീതിമാൻ എന്ന് വെച്ച്. ആടിനെ എന്തുവാ വിളിച്ചത്? നമ്മൾ എടുത്തു കണ്ടല്ലോ അവിടെ. ആടിനെ എന്താ വിളിച്ചത്? നീതിമാൻ. നീതിമാന്മാർ അവനോട് എന്താ 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 ആടെ നീതിമാൻ എന്ന് പറഞ്ഞാൽ എന്താ? നീതീകരിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ നീതി, സ്വർഗത്തിന്റെ നീതി മാത്രമേ അവന്റെ ഉള്ളിലുള്ളൂ. മത്തായി സുവിശേഷം 5-ൽ കാണുന്നത് പോലെ പരീശന്മാരെ കവിയുന്നൊരു നീതി, 6-33 കാണുന്നത് പോലെ മുൻപേ അവന്റെ രാജ്യവും നീതിയും. ആ നീതി മാത്രമേ ഉള്ളൂ നീതിമാന്റെ മനസ്സിലിപ്പോ. 41-ൽ പറയുക, നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന്. ആരാ അത്? മിഷണറീസ്. നീതിമാൻ എന്ന് വെച്ച്, റൈച്ചസ് ആണെന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവർക്ക്, അവർക്ക് വെള്ളം കൊടുത്തവർക്ക്, രാജ്യമാണെന്ന് വെച്ച് സ്വാർത്ഥതയില്ലാതെ എടുത്തു കൊടുത്തപ്പോ, നീതിമാനാന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും.
അത് മനസ്സിലാക്കാൻ ഇച്ചിരി പ്രയാസമാ, പക്ഷെ ചിന്തിച്ചോണം. നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊണ്ടവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. ആടിനോട് പറയുക, ഇങ്ങോട്ട് നിന്നോ, നിങ്ങള് ആടുകളും ലീസ്റ്റ് ഓഫ് ദീസ് ഒരു സൈഡിലാ, രണ്ടുപേരും വലത്തുവശത്താ. ലീസ്റ്റ് ഓഫ് ദീസ്, യേശു നിമിത്തം ലീസ്റ്റ് ആയവർ. ആടുകൾ ആരാ? ഈ ലീസ്റ്റിന് വേണ്ടി അവരെ തന്നെ കൊടുത്തവർ. വെള്ളം കൊടുത്തു, ആഹാരം കൊടുത്തു, സ്ട്രേഞ്ചേഴ്സ് ആയപ്പോ പോയി കണ്ടു. ഇപ്പൊ അവരുടെ ലീസ്റ്റ് ഓഫ് ദീസിന്റെ പ്രതിഫലം കൂടെ ഇപ്പൊ ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പാരബിളിന്റെ അസലർത്ഥം എന്താണെന്നറിയാം? ദിസ് ഇസ് അബൌട്ട് പാർട്ട്ണറിങ് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിന് വേണ്ടി ഒരുമിച്ച് ടീമായിട്ട് നിൽക്കുന്ന ഒരനുഭവം. അങ്ങനെ ഒരുങ്ങേണ്ടതെന്ന്, അല്ലാതെ ഉറങ്ങിയല്ല ഒരുങ്ങേണ്ടത്, അല്ലാതെ കുഴിച്ചിട്ടല്ല ഒരുങ്ങേണ്ടത്, അല്ലാതെ എന്റർടൈൻമെന്റിലല്ല ഒരുങ്ങേണ്ടത്, നോർമൽസി ജീവിച്ചല്ല ഒരുങ്ങേണ്ടത്. ഒരുങ്ങേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ദൈവരാജ്യത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാം? എന്തിയെ ലീസ്റ്റ് ഓഫ് ദീസ് അവരെ എനിക്ക് വെൽക്കം ചെയ്യണം. എന്തിനാ? എന്റെ അകത്ത് ദൈവരാജ്യമാ. ഞാൻ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചത് കൊണ്ട് എനിക്കിപ്പോ രാജ്യമാ വേണ്ടിയത്. രാജ്യത്തിന്റെ ബിസിനസ് എന്ത് ചെയ്യും? ഇത് നല്ലെണ്ണം അറിയാവുന്ന പൗലോസ് അല്ലേ പറഞ്ഞ കൊലോസ് ലേഖനം 1:24, ഞാൻ സന്തോഷിക്കുന്നു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ കുറവായിട്ടുള്ളത് എന്റെ ശരീരത്തിൽ ഞാൻ പൂരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ കാരാഗ്രഹത്തിൽ കിടക്കാം, ഞാൻ എളിയവരിൽ ഒരാളാകാം. അപ്പോഴാ പൗലോസ് കൂടെ പറയുന്നേ, ഫിലെമോനെ, ഫൈലിമൻ, നീ എന്റെ ഹൃദയത്തെ തണുപ്പിച്ചു. നീ നല്ല ആടാ, എന്റെ ഹൃദയത്തെ നീ തണുപ്പിച്ചു. നിന്റെ വീട് നിന്റെ മാത്രമായിരുന്നില്ല, നിന്റെ വീട് എന്റെയും വീടായിരുന്നു. അതാ മർക്കോസിന് സുവിശേഷം 2 ആ മേൽക്കൂര പൊളിഞ്ഞപ്പോൾ, അത് പൊക്കോട്ടെ, അത് നല്ല ആടാ. എളിയവരെ തിരിച്ചറിഞ്ഞു, രാജ്യത്തെ തിരിച്ചറിഞ്ഞു. രാജ്യമേ ഇപ്പൊ തലയിലുള്ളൂ. അങ്ങനെ ഒരുങ്ങേണ്ടതെന്ന്. ഓരോ ദിവസവും എന്ത് ചെയ്യാം രാജ്യത്തിന് വേണ്ടി? മറന്നു പോകരുത്. എക്കണോമിക്കലി പൂർ ആൾക്കാരെ മറക്കരുത്. മറക്കാനല്ല, ഐ ആം നോട്ട് ഡൗൺ പ്ലേയിങ് ദ പൂർ, ബട്ട് ഐ ആം ഓൺലി സെയിങ്, ഡോണ്ട് തിങ്ക് just by helping some poor people I will be in the kingdom of heaven. No, nobody will be in the kingdom of heaven by works. We are all there by grace. ആ രാജ്യത്തിൽ പ്രവേശിച്ചവൻ ആദ്യത്തെ ചിന്ത എന്തിയെ? മിഷണറീസ്. എന്തിയെ? രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ. അവർക്ക് വെള്ളം കൊടുക്കണം, അവരെ ചെന്ന് കാണണം. ഈ പാൻഡമിക് സമയത്ത് നമുക്കത് ചെയ്യാനൊക്കണം. Where are the kingdom business people? മൂന്നാമത്തേതും അവസാനത്തേതുമായ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ദിസ് ഇസ് എ കോൾ ടു ബി ദ ലീസ്റ്റ് ഓഫ് ദീസ്. എളിയവരാകാനുള്ളൊരു വിളിയാണ് ഇത്. ആടാകാനുള്ള വിളിയാണ്. ആടെന്ന് പറഞ്ഞാൽ എളിയവരെ തിരിച്ചറിഞ്ഞ, എളിയവർക്ക് വേണ്ടി ജീവിക്കുന്ന ആടുകൾ എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് വേണ്ടി ജീവിക്കുന്ന ആടുകൾ. അവരോടാ പറയുന്നേ, വലത്തോട്ട് വന്നാട്ട്. കോലാടുകൾ ചുമ്മാതെ യൂത്ത് മീറ്റിംഗ് എന്ന് പറഞ്ഞ് കേറി തലയാട്ടി, പക്ഷെ രാജ്യവുമായി ഒരു ബന്ധവുമില്ല. ചുമ്മാ എന്തൊക്കെയോ മന്ത്രം പോലെ, യേശുവേ ഇന്നു മുതൽ എന്റെ ജീവിതത്തിൽ വരണേ. നോ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ്, നോ ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. ഡിഡ് നോട്ട് റിയലൈസ് ദ കിങ്ഡം ഇൻ ദെയർ ഹാർട്ട്, ഡിഡ് നോട്ട് എൻറ്റർ ദ കിങ്ഡം ഓഫ് ഗോഡ് അറ്റ് ഓൾ. ദേ ജസ്റ്റ് പ്രിറ്റൻഡഡ് ദാറ്റ് ദേ ആർ ഇൻ. യേശു അവരെ ഐഡന്റിഫൈ, ഈ ലീസ്റ്റ് ഓഫ് ദീസിനെ അവർ എന്റെ സഹോദരന്മാരാന്ന് പറയുന്നത് നമ്മളിപ്പോ ചിന്തിച്ചുകൊണ്ടിരുന്നത്. യേശു അവരുടെ കൂടെ സഫർ ചെയ്യുക. മൂന്നാമത്തെ എന്താണെന്നറിയോ? ലെറ്റ് മീ സ്റ്റോപ്പ് ദേർ. ദ കോസ്റ്റ് ഓഫ് ബീയിങ് ദ ലീസ്റ്റ് ഓഫ് ദീസ്. ഒന്നാമത് നമ്മൾ പറഞ്ഞത് ദ കോളിംഗ് ടു ബി ദ ലീസ്റ്റ് ഓഫ് ദീസ്. രണ്ടാമത് പറഞ്ഞത് ദ ബ്ലെസ്സിങ് ഓഫ് ബീയിങ് ദ ലീസ്റ്റ് ഓഫ് ദീസ്. മൂന്നാമത് പറയുന്നത് the cost of being the least of these. least of these ആകാനും കോസ്റ്റ് ഉണ്ട്, ഷീപ്പ് ആകാനും കോസ്റ്റ് ഉണ്ട്. എന്താണെന്നറിയാമോ ഷീപ്പ് ആകാനുള്ള കോസ്റ്റ്? ഈ 10ാമത്തെ അധ്യായത്തിൽ മിഷണറീസ് പോയില്ലേ? ആ മിഷണറീസ് എല്ലാം പെർസിക്യൂട്ടഡ് ആണെന്ന്. ആ പെർസിക്യൂട്ടഡ് ആളിനെ വിളിച്ച് വീട്ടിൽ വെള്ളം കൊടുക്കാൻ ഇച്ചിരി പ്രയാസമാണ്. കാരണം ഈ ഷീപ്പ് എന്തോ ഇൻവൈറ്റ് ചെയ്യുമെന്നറിയാമോ? ട്രബിൾ, അൺനെസസറി ട്രബിൾസ്. ഇന്നും അങ്ങനെ തന്നെയാ കേട്ടോ. കാരാഗ്രഹത്തിൽ സുവിശേഷത്തിനായി കിടക്കുന്നവരെ ചെന്ന് കാണാൻ നമ്മൾ എന്തിനാ വെറുതെ വയ്യാവേലി വിളിച്ചു വരുത്തുന്നത്? ഇറ്റ്സ് എ പ്രോബ്ലം.
ഇപ്പോഴും യേശുവിന് വേണ്ടി അവിടെയും ഇവിടെയും എവിടെയും പ്രവർത്തിക്കുന്നവരെ നമുക്ക് എന്തിനാ പ്രശ്നം? അത് ഇന്നത്തെക്കാട്ടിൽ ഇന്നിപ്പോ ഗൂഗിൾ പേ ഉണ്ട്, ആരും കാണുന്നുമില്ലൊന്നുമില്ല. അന്നങ്ങനല്ല, 1-ാം നൂറ്റാണ്ടിൽ അങ്ങനല്ല. അടിയും ഇടിയും നിന്നയും കിട്ടിയവരോട് പറയുക, ആടുകൾ പറയുക, വാ എന്റെ വീട്ടിലോട്ട് വാ, ഇവിടെ താമസിച്ചു വന്നേ. അപ്പം വിളിക്കുമ്പോഴേ പറയും മിഷണറീസ്, അത് വേണോ, നിങ്ങൾക്കത് പ്രശ്നമാ, ഞങ്ങളുടെ കൂടെ നിന്നാ നിങ്ങൾക്കത് പ്രശ്നമാ. അപ്പൊ ആടുകൾ പറയാ, സാരമില്ല സാരമില്ല, രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യാം, വാ ഞങ്ങളുടെ വീട്ടിൽ വാ. ആ യാസോനെ പോലെ, തെസ്സലോനിക്കയിലെ യാസോനെ പോലെ നല്ലതായി ജീവിച്ച ആളാണ് യാസോൻ. പക്ഷെ പൗലോസ് അവിടെ ചെന്നു, ലീസ്റ്റ് ഓഫ് ദീസ് അവിടെ ചെന്നപ്പോൾ ആടായ യാസോൻ പറഞ്ഞു എന്റെ വീട്ടിലോട്ട് വരണം. അവസാനം യാസോന് അവിടെ നിൽക്കുന്നു കേസും വഴക്കുമായിട്ട്. നാട്ടുകാർ ചോദിക്കുന്നു വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ടേക്ക് സോ മച്ച്. റിസ്ക് എടുക്കണം, നമ്മുടെ കംഫർട്ട് മാറ്റി വെക്കേണ്ടി വരും, നിന്ദിക്കപ്പെടുന്ന അവസ്ഥ വരും, തെറ്റായി വ്യാഖ്യാനിക്കുന്ന അവസരം വരും. 10-ാമത്തെ അധ്യായം 24 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ വേറൊരു വാക്യം 10 നിന്ന്. ഈ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഏറ്റവും ചെറിയവരായി തീരാനുള്ള അതിന്റെ കോസ്റ്റ്, അതിന്റെ വില എന്ന് പറഞ്ഞാൽ 10-24 എന്താ എഴുതിയിരിക്കുന്നതെന്നറിയാം? ശിഷ്യൻ ഗുരുവിന് മീതെയല്ല. ശിഷ്യൻ ഗുരുവിന് മീതെയല്ല. നമ്മൾ ആരും ഗുരുവിന് മീതെയല്ല. ദാസൻ യജമാനന് മീതെയുമല്ല. ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി. എനിക്ക് അവസാനം പറയാനുള്ളത് പറയട്ടെ. ഇവിടെ ലീസ്റ്റ് ഓഫ് ദീസ് എന്തൊക്കെയാ പറ്റിയത്? അവർക്ക് എന്തൊക്കെയാ പറ്റിയത്? 37-ാമത്തെ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കുന്നു. വിശന്നു, ദാഹിച്ചു, അവർക്ക് സ്ട്രേഞ്ചേഴ്സായി, അവര് നഗ്നരായി. അല്ല, ഇതൊക്കെ ആരാണ് ആദ്യം ആയത്? ക്രൂശ്. നഗ്നനാൻ നിൻ വസ്ത്രം ആദ്യം കേട്ടത് എവിടാ? എനിക്ക് ദാഹിക്കുന്നു ആദ്യം കേട്ടത് എവിടാ? ക്രൂശിൽ. ആ ക്രൂശിതനായ യേശുവിനോട് താതാമ്യപ്പെടുന്നതാണ് എളിയവരാകാനുള്ള വിളിയുടെ വില. മനസ്സിലാവുന്നുണ്ടോ? ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ പോലെ ആയിത്തീരാനുള്ള വിളിയാണ് വില. എനിക്ക് ദാഹിക്കുന്നു. ഇപ്പൊ മിഷൻ ഫീൽഡിൽ നിൽക്കുന്നവരും പറയാ എനിക്ക് ദാഹിക്കുന്നു. ആടുകൾ പറയാ ഞങ്ങൾ വെള്ളം തരാം. ഇവരുടെ പ്രതിഫലം അവർക്കൂടുള്ളതാ. അവരെല്ലാം ഒരു ടീമിലാ, അവരെല്ലാം ബിസിനസ്സിലാ. ഏത് ബിസിനസ്സാന്നറിയാമോ? കിങ്ഡം ബിസിനസ്. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ദൈവരാജ്യം നിങ്ങൾക്ക് യാഥാർത്ഥ്യമാണോ അതോ സ്വന്തം രാജ്യത്തിലാണോ ജീവിക്കുന്നത്? എന്താ നിങ്ങളുടെ ഏറ്റവും വലിയ പാഷൻ, ഡിസയർ? ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് വരുമ്പം ഹൃദയത്തിനകത്തെ ആഗ്രഹം എന്താ? യേശുവിനെ പോലെ ആകണം. ക്രൂശിൽ കിടന്ന യേശുവിനെ പോലെ അതുമായി, കാരണം യേശു ഞാനുമായി ഐഡന്റിഫൈ ചെയ്യുന്നു. ജോയെ നീ എന്റെ സഹോദരനാ എന്ന് യേശു പറയുന്നു. അപ്പൊ തിരിച്ചു പറയുക, യേശുവേ എനിക്ക് അങ്ങേ പോലെ ആകണം. ഐ ആം ഐഡന്റിഫൈങ് മൈസെൽഫ് വിത്ത് ദ ക്രോസ്. അതാണ് കോസ്റ്റ്. ഞാൻ ക്രൂശിതനായ യേശുവിനെ പോലെ ഐഡന്റിഫൈ ചെയ്യുന്നു. ദാഹിക്കുന്നു എന്ന് പറഞ്ഞ യേശുവിനെ പോലെ ദാഹിച്ച് മിഷൻ ഫീൽഡിൽ നിൽക്കുന്ന മിഷണറീസ്, അവരുടെ ദാഹം ശമിപ്പിക്കാനായി ഇനി വലത്തോട്ട് വാ, ആടുകളെ വലത്തോട്ട് വാ. നിങ്ങൾക്ക് രാജ്യം മനസ്സിലായി. നിങ്ങൾ ഒരു ടീമായിരുന്നു. യേശുവിന് വരവിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിയിരിക്കുകയായിരുന്നു. കോലാടുകളെ ഇടത്തോട്ട് വാ. നിങ്ങൾക്ക് രാജ്യവും മനസ്സിലായില്ല, ഒന്നും മനസ്സിലായില്ല. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം മുഴുവൻ PR കിട്ടണം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം മുഴുവൻ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യണം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം മുഴുവൻ വീട് മാറ്റണം. കിങ്ഡം ബിസിനസ്സേ നിങ്ങളുടെ തലയിലില്ലായിരുന്നു. ദൈവരാജ്യത്തിൽ പ്രവേശിച്ചെന്ന് തെറ്റിദ്ധരിച്ചതാ, പ്രവേശിച്ചില്ലായിരുന്നു. പ്രിറ്റൻഡ് ചെയ്തതാ, അത് കളയായി വളർന്നതാ, അത് വിവാഹ വസ്ത്രമില്ലാതെ കേറിയതാ, അത് ഈ കൂട്ടത്തിപ്പാട്ടി വന്നതാ. പക്ഷെ അവസാന നിമിഷം പറയും മാറൂ, ഇടത്തോട്ട് മാറൂ. ആടുകളോട് പറയും വലത്തോട്ട് മാറൂ.
കാരണം രാജ്യത്തിന് വേണ്ടി ജീവിച്ചു. നിങ്ങൾ ഉറങ്ങിയില്ല, നിങ്ങൾ കുഴിച്ചിട്ടില്ല, നിങ്ങൾ എന്റർടൈൻമെന്റിൽ മുഴുകിയല്ല ജീവിച്ചത്, നിങ്ങൾ നോർമൽസിയിലല്ല ജീവിച്ചത്, നിങ്ങൾ കിങ്ഡത്തിന് വേണ്ടിയാ ജീവിച്ചത്. ഈ സന്ദേശം അപൂർണമാണ്. നിങ്ങൾക്കൊരു അവസരം തരുന്നില്ല എങ്കിൽ. എന്തിനവസരം എന്നറിയാതെ തരുന്നേ? ഒരു പുതിയ സമർപ്പണം. എന്തിനും ചോദിച്ചാൽ, ഇന്നത്തെ രാത്രി മുതൽ അടുത്ത ദിവസം മുതൽ ഇങ്ങോട്ട് തുടങ്ങുമ്പോ എനിക്കൊരാടാകണം. ആട് എന്ന് പറഞ്ഞാൽ രാജ്യത്തിൽ പ്രവേശിച്ചവൻ രാജ്യത്തിന്റെ തത്വം തിരിച്ചറിയണം. എനിക്ക് കോലാടാകണ്ട, ചുമ്മാ പ്രിറ്റൻഡ് ചെയ്തിട്ട് പപ്പായ്ക്കും മമ്മിക്കും വേണ്ടി ചുമ്മാ തല ഉലുക്കി കുറെ ബുക്ക് എഴുതി വെച്ച് ഒരു ബന്ധവുമില്ല. രാജ്യത്തിന്റെ ബിസിനസ്സുമായി ഒരു ബന്ധവുമില്ല. രാജ്യത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടവരുടെ വാഞ്ചകൾ മാറും, അവരുടെ ഇഷ്ടങ്ങൾ മാറും, അവരുടെ സ്വപ്നങ്ങൾ മാറും. അവര് റെക്കോർഡ് വെച്ചൊന്നും ചെയ്തതല്ല. കാരണം യേശു പറഞ്ഞു, നിങ്ങൾ എനിക്ക് വസ്ത്രം തന്നു. അവർ ചോദിക്കുക, എപ്പോഴാ ചെയ്തത്? ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ. കാരണം അവരുടെ തലേ രാജ്യം മാത്രമേ ഉള്ളായിരുന്നു. അവര് മാർക്കിന് വേണ്ടിയൊന്നും അല്ല ചെയ്തത്. ഇന്നത്തെ ഈ ദിവസം രാത്രിയിൽ ഒരു പുതിയ സമർപ്പണത്തിന് ഞാൻ നിങ്ങൾക്ക് അവസരം തരികയാണ്. എന്തിനാ സമർപ്പണം എന്നറിയാമോ? കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുമ്പോ എനിക്ക് രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. നിങ്ങളിൽ ചിലരെ കർത്താവ് വിളിച്ചിരിക്കുന്നത് ഈ എളിയവരിൽ ആ കൂട്ടത്തിലാ. ലീസ്റ്റ് ഓഫ് ദീസ്. നിങ്ങളിൽ എല്ലാവരുടെ മേലുമുള്ള ദൗത്യമാണ് ആടാകണം എന്ന് പറഞ്ഞാൽ, ലീസ്റ്റ് ഓഫ് ദീസ് എന്നുള്ള ആ ഒരു മിഷണറി കോളിങ്ങിൽ അങ്ങ് പോയില്ലെങ്കിലും വെള്ളവുമായിട്ട് നിൽക്കണം. വെള്ളവുമായിട്ട്. ഞാൻ രാജ്യത്തിന്റെ ബിസിനസ്സിലാണ്. ഞാൻ സ്ട്രേഞ്ചേഴ്സിനെ കാണും. എന്റെ തല മുഴുവൻ എനിക്ക് കിങ്ഡം വലുത്, എന്റെ രാജ്യം അല്ല വലുത്. എല്ലാവർക്കും കണ്ണുകളെ ഒരു നിമിഷം ദൈവസ്ഥാനം അടയ്ക്കാം, തലകളെ ഒരു നിമിഷം ദൈവസന്നിധിയിൽ വണക്കാം. ഈ ദൈവവചനത്തിന് മുമ്പിൽ കർത്താവിന്റെ വരവിനെ മുൻനിർത്തി അവസാനം ഒരു വലിയ അയ്യോ ചോദ്യമായി മാറാതെ, അയ്യോ എന്നെ എന്തിനാ ഇടത്ത്? ആ 9:15 സ്കൂളിൽ ബെല്ലടിച്ചപ്പോ കുറച്ചുപേര് വോളിബോൾ കളിച്ചു, പക്ഷെ തിരിച്ചുപോയി. സ്കൂളിൽ അഡ്മിഷൻ ഉള്ളവരെല്ലാം അകത്ത് കയറി. അതുപോലെ ഈ യൂത്ത് ഇമ്പാക്ട് എല്ലാം കൂടി പാടി അവസാനം വെളിയിൽ പോകേണ്ട വരാതെ രാജ്യത്തിൽ പ്രവേശിക്കാൻ ഇതുവരെ ആ ഒരു റിയാലിറ്റി, ഒരു മാനസാന്തരം വന്നിട്ടില്ല എങ്കിൽ ഇന്ന് രാത്രി അത് ഉണ്ടാകട്ടെ. ഇനി രാജ്യത്തിൽ പ്രവേശിച്ചു, പക്ഷെ ചെയ്യേണ്ടതുപോലെ എനിക്ക് ചെയ്യുവാൻ സാധിച്ചിട്ടില്ല. എനിക്കൊരു റെസ്പോൺസ് കൊടുക്കാൻ ഒത്തില്ല. രാജ്യത്തിലാണ് ഞാൻ, എനിക്കറിയാം ആ വീണ്ടും ജനന അനുഭവം എനിക്കുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും എന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിച്ചു. എന്റെ ആഗ്രഹങ്ങൾ, എന്റെ ഇഷ്ടങ്ങളായിരുന്നു മുമ്പിൽ. പക്ഷെ ഇന്ന് രാത്രി മുഴുവൻ മുതൽ ജീസസ് ബിസിനസ്, കിങ്ഡം ബിസിനസ്, അതെന്റെ പ്രയോറിറ്റി ആയി മാറുന്നു. എനിക്ക് ആ വലത്ത് നിൽക്കണം. വലത്ത് എന്നെ നിർത്തുകയാ. ഞാൻ ചെയ്തത് കൊണ്ടല്ല, എന്നെ അവിടെ നിർത്തിയിരിക്കുക. കാരണം എന്നിൽ രൂപാന്തരം കൊണ്ടുവന്നു സുവിശേഷം. രാജ്യം എന്നിൽ മാറ്റം കൊണ്ടുവന്നു. എന്റെ പ്രയോറിറ്റീസിനെല്ലാം മാറ്റിയ ദൈവരാജ്യത്തിന്റെ ശക്തി. ദൈവസന്നിധിയിൽ ഒരു പുതിയ പ്രതിഷ്ഠ എടുക്കുവാൻ താല്പര്യമുള്ള ആരെങ്കിലും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നെങ്കിൽ നിങ്ങളുടെ കരങ്ങളെ ദൈവസന്നിധിയിൽ ഒരു നിമിഷം ഉയർത്താമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഉയർത്തപ്പെട്ട കരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് മഹത്വം കരയിട്ടു. ഇത് ലാഘവത്തോടെ എടുക്കേണ്ട സമയമല്ല, അത് വലിയ പ്രശ്നമാവും. ലാഘവത്തോടെ എടുക്കരുത്. നമ്മുടെ ജീവിതം കളിയായി മാറണ്ട, ഒരു പ്രിറ്റൻഡേഴ്സ് ആകണ്ട, ചുമ്മാ തല ഉരുക്കി കാണിക്കണ്ട. എനിക്ക് രാജ്യത്തിന്, ഞാൻ ജീവിതത്തിന്റെ ഏത് സ്ഥിതിയിൽ വന്നാലും, ഇൻഫ്ലുവൻഷ്യൽ പൊസിഷനിൽ വന്നാലും എന്റെ കയ്യിൽ ഒരു മഗ് കാണും, വെള്ളം കാണും. ഇല്ലെങ്കിൽ ഞാൻ ലീസ്റ്റ് ഓഫ് ദീസിൽ കാണും, ഞാൻ വലത്ത് വശത്ത് കാണും. എനിക്ക് രാജ്യത്തിന് വേണ്ടി ജീവിക്കണം. എന്നെ വലത്തോട്ട് കൊണ്ടുവന്ന ആ യേശുവിന്റെ സ്നേഹം എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കണം. കർത്താവേ, ഈ സമയം ഈ യൂത്ത് ഇമ്പാക്റ്റിന്റെ അവസാന ഈ ഇന്നത്തെ ദിവസം രാത്രിയിൽ 12ാമത്തെ കോൺഫറൻസിന്റെ അവസാന നിമിഷങ്ങളിൽ ദൈവമുമ്പാകെ കരങ്ങൾ ഉയർത്തിയിരിക്കുന്ന ഈ പ്രിയ ദൈവമക്കളെ, കുഞ്ഞുങ്ങളെ ദൈവമുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പുതിയതൊന്ന് അവരുടെ ജീവിതത്തിൽ ഇന്ന് ആരംഭിക്കണമേ. കർത്താവ് ആരുടെയും നിർബന്ധത്താലല്ല അവരിപ്പോൾ ആ കൈകൾ ഉയർത്തിയിരിക്കുന്നത്, ദൈവത്തിന്റെ പ്രവൃത്തി കൊണ്ടാ എന്ന് അടിയൻ വിശ്വസിക്കുന്നു. രാജ്യത്തിന് വേണ്ടി അവർ ശ്വസിക്കുവാൻ, അവരുടെ ഹൃദയമിടിപ്പ് രാജ്യത്തിന് വേണ്ടിയാകാൻ, അവർ രാജ്യത്തിന്റെ സ്വപ്നങ്ങൾ കാണാൻ,
അവർ യേശു രാജാവിന്റെ മുഖവും ബിസിനസ്സിലും ഇൻവോൾവ് ആകാൻ ദൈവം അവർക്ക് ബുദ്ധി ഉപദേശിച്ച് ഇന്നത്തെ ദിവസം രാത്രിയിൽ ഒരു പുതിയ ദൗത്യം കൈമാറണമേ. ഈ യൂത്ത് ഇമ്പാക്റ്റിൽ പ്രവേശിച്ച് കേട്ടവരിൽ ചിലരെ ദൈവം ആ ലീസ്റ്റ് ഓഫ് ദീസ് എന്നുള്ള ആ ഒരു വിളി, ഐ ആം സെൻഡിങ് യു ഔട്ട് ലൈക്ക് ഷീപ്പ് എമംഗ് വൂൾവ്സ്, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ദൗത്യവും പേറി ഭാരതത്തിൽ വിവിധ സ്റ്റേറ്റുകളിൽ പോകുന്നവരായി ഇതിനകത്തു നിന്നും ചെറുപ്പക്കാരെ എഴുന്നേൽപ്പിക്കണമേ. ഇനി അങ്ങനെ പോകുന്ന ഒരു മിഷനറി, ഒരു ക്രോസ് കൾച്ചറൽ ഒരു മിഷൻ അല്ലെങ്കിലും അവരെന്ത് ചെയ്താലും അവർ ശ്വസിക്കുന്നത് ദൈവരാജ്യത്തിന് വേണ്ടി ആകട്ടെ. അവർ ഡോക്ടേഴ്സ് ആണെങ്കിലും അവർ രാജ്യത്തിന്റെ ബിസിനസ്സിൽ ഇൻവോൾവ് ആകട്ടെ. അവർ ഉറങ്ങുന്നവരായി മാറാതെ, അവർ കുഴിച്ചിടുന്നവരായി മാറാതെ, അവർ എന്റർടൈൻമെന്റിൽ മുഴുകുന്നവരായി മാറാതെ, അവർ നോർമൽസിയിൽ ജീവിക്കാതെ, അവര് കിങ്ഡം ബിസിനസ്സിന് വേണ്ടി ശ്വസിക്കുവാൻ അങ്ങ് അവരെ സഹായിക്കണമേ. ആ ഉയർത്തപ്പെട്ട കരങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണമേ. അങ്ങനെയുള്ള ഡിസിഷൻസ് അവർക്ക് നൽകണമേ. അടുത്ത മാസം മുതൽ അവർക്ക് കിട്ടുന്ന ആ പോക്കറ്റ് മണിയിൽ നിന്നും അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്യാൻ, ദിസ് ഇസ് ഫോർ കിങ്ഡം ബിസിനസ്, അങ്ങനൊരു ചിന്താധാര, ഒരു തീരുമാന ശക്തി കർത്താവ് നൽകണമേ. അങ്ങ് ഞങ്ങളിലൂടെ മഹത്വം എടുക്കണമേ. ഞങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ ഇപ്പോൾ ഈ സമർപ്പിക്കുമ്പോൾ ദൈവ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ.